അമ്മയുടെ അവസാന ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയാണല്ലോ നിങ്ങളെ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ജാമ്യം അനുവദിക്കുന്നവരെ സാധാരണ കൊലപ്പുള്ളികളെ പുറത്തേക്ക് കൊണ്ടുപോകാറില്ല. പക്ഷേ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് പോലീസ് എസ്കോർട്ടോടുകൂടി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. താങ്ക് യു സർ. സാജൻ സർ, ആ കൊലപ്പുള്ളി ഇറങ്ങിക്കൊണ്ടുവരും. ഫാദർ ജെയിംസ്, യുവർ സ്റ്റെപ്പ് മദർ ഈസ് സിംഗിങ്. അവർ നിങ്ങളെ അവസാനമായി ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. സോ ഐ ആം ടേക്കിംഗ് യു ടു ദി ഹോസ്പിറ്റൽ. നിയമം അനുവദിക്കുന്നെങ്കിൽ ലോഹ ധരിക്കാൻ ബൈ ഓൾ മീൻസ്. സാജൻ, അദ്ദേഹത്തിന് ലോഹ എടുത്തു കൊടുക്കും. ഹൃദയം ഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. എല്ലാം റെഡിയാ വെച്ചമ്മേ. അച്ഛൻ ചടങ്ങുകളൊക്കെ ഒന്ന് എട്ടിപ്പിടിച്ചു. അമ്മയുടെ ആനിവേഴ്സറി അല്ലേ? ആ പാട്ടുകുർബാന അല്പം നീണ്ടു. മോളെ ഉഷേ, മോളെ വക്കീൽ സാറും കുടുംബവും പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. മോൾ ഇച്ചിരി തൈര് കൊണ്ടുപോയി കൊച്ചമ്മടെ കൊടുത്തിട്ട് വാ. ഓ ഓ ഓ, കുറച്ചേ ഉള്ളൂന്നോ? അത് മതി, പശുവിന്റെ കറവ തീരാറായില്ലേ, ഉള്ളത് കൊണ്ട് കൊടുക്ക. എന്റെ കൂടെ എസ്റ്റേറ്റിലെ വാച്ച്മാൻ മത്തായിയും ഉണ്ട്. അരണ്ട് നിലാ വിളിച്ചും ദൂരെ ചെടി അനങ്ങുന്നത് കണ്ട് മത്തായി ടോർച്ചടിച്ചു തന്നു. ഞാൻ 2 നിറയും ഒഴിച്ചു. എന്നിട്ട് അടുത്തെന്ന് നോക്കിയപ്പോഴല്ലേ സംഗതി അറിഞ്ഞത്. വെടികൊണ്ട് ചത്തത് മത്തായിയുടെ എരുമയായിരുന്നു. അന്ന് ഇവിടെ കൊണ്ടുവച്ചതായി തോക്ക്. പിന്നെ ഞാനത് കൈകൊണ്ട് തൊട്ടിട്ടേയില്ല. ഏതായാലും നിങ്ങൾ അപ്പനും മക്കളും എല്ലാം കൂടെ കൂടുമ്പോഴാ ഈ വീട്ടിലൊരു അനക്കം ഉണ്ടാവുന്നത്. ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുക. ഷെർലി, നിനക്കെല്ലാ വീക്കെൻഡിലും കോളേജിൽ നിന്ന് ഇവിടെ വന്നിട്ട് പോയിക്കൂടെ? വണ്ടി ഉണ്ടല്ലോ. അമ്മ ഒറ്റയ്ക്കല്ലേ എവിടെയുള്ളൂ? ആകെ കിട്ടുന്നൊരു ഓഫാ വീക്കെൻഡ്. ഹെൽത്ത് ക്ലബിലും ബീച്ചിലും ഒക്കെ പോകുന്നത് അന്നാ ഫാദർ. അവള് വന്നില്ലേലും ഡാഡിക്ക് വരാമല്ലോ. എന്റെ തിരക്കിനെ പറ്റി ഇവൾക്കൊരു ചുക്കും അറിയില്ല ഫാദർ. ഒരു സമയത്ത് എത്ര കേസാ കൈകാര്യം ചെയ്യുന്ന അറിയാമോ? ഡാഡി ഈ തിരക്കൊന്ന് കുറയ്ക്കണം. പക്ഷെ ക്ലയൻസ് സമ്മതിക്കണ്ടേ? അപ്പന്റെ കാലം മുതൽക്കുള്ള പാർട്ടീസാ. പിന്നെ എന്നാ ഡാഡി 10 ദിവസമെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുന്നത്? യു ആർ മൈ എൽഡസ്റ്റ് സൺ. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ലോഹ ഊരിക്കളഞ്ഞിട്ട് ഇനി പോരാനൊക്കുമോ ഡാഡി? ഫാദർ വെക്കേഷനിൽ ഇവിടെ ഒന്ന് നിൽക്കണം. ഞങ്ങൾക്ക് വെക്കേഷൻ ഇല്ല ഷേർലി. ഇപ്പൊ തന്നെ അമ്മയുടെ 25ാം ചരമവാർഷികമായതുകൊണ്ടാ എന്നെ പോകാൻ അനുവദിച്ചത്. അമ്മയുണ്ടായിരുന്നേ ഫാദർ ഇടയ്ക്കിടയ്ക്ക് ഓടി വരുമായിരുന്നു. എന്റെ അമ്മ മരിക്കുമ്പോൾ എനിക്ക് 3 വയസ്സേ ഉള്ളൂ. എന്നെ പ്രസവിച്ച അമ്മയേക്കാൾ ഞാൻ അമ്മയെന്ന് വിളിച്ചിട്ടുള്ളത് ആരെയാണെന്ന് അറിയാമല്ലോ. അത് ശരിയാ അമ്മേ. ദിസ് ഈസ് ലൈഫ്. ഒരു കുടുംബം വളരുമ്പോൾ അതിലെ അംഗങ്ങളെല്ലാവരും പല വഴിക്കും പിരിഞ്ഞു പോകും. ഇതുപോലെ സന്ദർഭം കിട്ടുമ്പോൾ വീണ്ടും ഒന്നിച്ചുകൂടും. പക്ഷെ എവിടെ ആയിരുന്നാലും എല്ലാവരുടെ മനസ്സിലും ഓർമ്മയും സ്നേഹവും എപ്പോഴും കാണും. അപ്പോ ഫാദറിന് ഇന്ന് തന്നെ പോണോ? പോണം. വൈകുന്നേരത്തെ വണ്ടിക്ക് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫാദർ പ്ലീസ്. അടുത്ത മാർച്ചിൽ ഞാൻ വരും ഷേർലി. ആ, ഞാനും തന്നെ പോവും. ഞാനും. എനിക്ക് എങ്ങോട്ടും പോകാനില്ലല്ലോ. ഞാൻ വീട്ടമ്മയായി പോയില്ലേ. വല്യപ്പന്റെയും അപ്പന്റെയും കൂടെ ഞാൻ ഗുമസ്തനായിരുന്നു. അച്ഛൻ പഠിച്ച് വക്കീലാകുമെന്നും
അങ്ങനെ മൂന്നാമത്തെ തലമുറയുടെ കൂടെ ഞാൻ ഗുമസ്തനായിരുന്നു, റിട്ടയർ ചെയ്യണമെന്നും ആയിരുന്നു എന്റെ കണക്കുകൂട്ടല്. അതൊക്കെ ദൈവനിശ്ചയമാണ് ശങ്കരപിള്ള ചേട്ടാ. ഓ, ഏതായാലും ഡാഡി മെയിൻ പ്രാക്ടീസ് മദ്രാസിലേക്ക് മാറ്റിയിട്ടും ശങ്കരപിള്ള ചേട്ടനെ പിരിച്ചുവിട്ടില്ലല്ലോ. അത് വിടൂ അച്ചോ. ആ വല്യപ്പന്റെ കാലത്താ എന്നെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചത്. അപ്പം വീട് പുതുക്കി പണിത കൂട്ടത്തി എന്റെ ക്വാർട്ടേഴ്സും പൊളിച്ച് കുട്ടപ്പനാക്കി പണിത് തന്നു. എന്റെ മരണം വരെ ഞാൻ ഇവിടെ തന്നെ കാണു അച്ചോ. വേണ്ട മോളെ, ഞാൻ ഇപ്പൊ ഊണ് കഴിച്ചതേ ഉള്ളൂ. ഏതായാലും അവള് കൊണ്ടുവന്നതല്ലേ, വാങ്ങിച്ചു കുടിച്ചാട്ടെ. ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളതാ അച്ഛനെ. ഉഷയ്ക്ക് സുഖമാണോ? ഇവളുടെ കാര്യത്തിലേ എനിക്ക് ദുഃഖമുള്ളൂ. ഈശ്വരൻ ആകെ കൂടി തന്നത് ഒരേ ഒരു മോളെയാ. പക്ഷേ അവൾ ഊമയായി പോയി. ഇനി എന്നാ എല്ലാവരും കൂടി ഒന്ന് കൂടുന്നത്? ഷെർലിയുടെ കല്യാണത്തിന്. അതിനിപ്പോ ആരും കാത്തിരിക്കണ്ട. ആ പഠിത്തം കഴിയട്ടെ ഫാദർ, ആളെയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അമ്മേ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. മമ്മി, ഞാൻ പോവാ. ഫാദർ, ബൈ. ரெடி, கொஞ்சம் டேர்ன் பண்ணுங்க. ஓகே மேடம், இன்னும் வேறொரு போஸ் விடுங்க. മോളെ, വെയില് വളരെയേറെ, മുഖം മറക്കും. സാരമില്ല മമ്മി, ഇപ്പൊ കഴിയും. ரெடிமா, ஒரு போஸ் கூட. எப்படி? ரெடிமா, இன்னொரு போஸ் கொடுங்க. அப்படி இல்ல, கொஞ்சம் டேர்ன் பண்ணி. ரெடி. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് മിസ്റ്റർ സണ്ണി. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. വാട്ട്സ് ഗോയിങ് ഓൺ? ഒരു സോപ്പ് കമ്പനിക്കാരുടെ പരസ്യത്തിന് കുറച്ച് സ്നാപ്സ് എടുക്കുക. ഇത് കഴിഞ്ഞ് ബ്രേസർ കമ്പനിക്ക് വേണ്ടി കുറച്ച് സ്റ്റിൽ എടുക്കണം. அது கூட வச்சானோ? ഏയ്, അത് ബാത്റൂമിൽ വെച്ചാ. ஓகே, கேரி ஆன். சரி, எடுக்கலாமா? கொஞ்சம் டேர்ன் பண்ணி. அப்படி இல்ல, கொஞ்சம் കൂടി. സാർ, ഞാൻ അങ്ങയുടെ ജൂനിയർ അഡ്വക്കേറ്റ് ആണ്. അതുകൊണ്ട് പറയുന്നതിൽ രജനിയുടെ കാര്യമായിരിക്കും. അതെ സാർ, താഴത്തെ നില ഒരു മോഡൽ ഗേളിനും അമ്മയ്ക്കും കൂടി താമസിക്കാൻ കൊടുത്തത് ഒട്ടും ശരിയായില്ല സാർ. മിസ്റ്റർ രാമകൃഷ്ണൻ, അവർക്ക് മറ്റാരുമില്ല. എന്നോടൊരു സഹായം അപേക്ഷിച്ച് വന്നപ്പോൾ എനിക്ക് അവരോട് സിമ്പതി തോന്നി. മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ആക്ടേഴ്സിനോടും സാർ ഇതേ സിമ്പതി തന്നെ കാണിച്ചു. ഒടുവിൽ അവൾ നല്ലൊരു തുകയെ അടിച്ചോണ്ട് പോയി. To err is human, Mr. രാമകൃഷ്ണൻ. But you are a family man.
മിസ്റ്റർ രാമകൃഷ്ണൻ, എന്റെ കുടുംബജീവിതത്തിലെ താളപ്പിഴകളെ പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല. അതെന്താ സാർ? എന്റെ ആദ്യ ഭാര്യ മരിക്കുമ്പോൾ മോന് 3 വയസ്സായിരുന്നു. മറ്റൊരു വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ മോനെ വളർത്താൻ ഒരാളിന്റെ സഹായം എനിക്ക് വേണ്ടി വന്നു. അതിനുവേണ്ടിയാണ് അല്പം സൗന്ദര്യം കുറവായിരുന്നെങ്കിലും ആലീസിനെ ഞാൻ വിവാഹം ചെയ്തത്. പക്ഷേ എന്റെ കണക്കൂട്ടലെല്ലാം തെറ്റിപ്പോയി. ഹൗ? അവൾക്ക് എന്റെ മോനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. ആദ്യ രാത്രിയിൽ തന്നെ എനിക്കത് അനുഭവപ്പെട്ടു. ഒരു മകൾ കൂടി ജനിച്ചു കഴിഞ്ഞപ്പോൾ മൈ സൺ വാസ് ടോട്ടലി ഇഗ്നോർഡ്. ഐ കാന്റ് ബിലീവ് ഇറ്റ് സർ. അവൾക്ക് ജെയിംസ് കുട്ടിയെ സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവനും എന്നെപ്പോലെ ഒരു വലിയ വക്കീലാകുമായിരുന്നു. പക്ഷേ സ്നേഹം നഷ്ടപ്പെട്ട അവൻ വൈദിക വൃത്തി തിരഞ്ഞെടുത്തു. ഞാൻ പുറത്ത് കാണിക്കാറില്ലെങ്കിലും now I hate my wife. She is an allergy for me. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ഐ എം ഓൾസോ എ ഹ്യൂമൻ ബീയിങ്. എന്റെ ഭാര്യയിൽ നിന്നും എനിക്ക് കിട്ടേണ്ട സുഖം ഞാനിവിടെ വില കൊടുത്ത് വാങ്ങുന്നു. That's all. ഇന്ന് ശനിയാഴ്ചയല്ലേ? സാറ് വീട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ്. ബട്ട് ഐ ക്യാൻസൽ ഇറ്റ്. അതെന്താ സാർ? രജനി രാത്രി ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ഡിസപ്പോയിന്റ് ഹർ. അപ്പോ ഞാൻ ഇറങ്ങുന്നു സാർ. ഓക്കെ. മിനി, നീ ഇതുവരെ എണീറ്റില്ലേ? ഐ എം വെരി ടയർഡ് ഷേർലി. വീട്ടിൽ പോയി 2 ദിവസം നിന്നതിനിടെ ഇത്ര ക്ഷീണം വരെ എന്തുണ്ടായി? നിന്റെ അപ്പുവേട്ടനെ കണ്ടോ? അപ്പുവേട്ടൻ ഇന്നലെ അമേരിക്കയിലേക്ക് പോയി. പോകുന്നതിന് മുൻപ് പഴയ പോലെ കവിത വല്ലതും വായിച്ചു കേൾപ്പിച്ചോ? അല്ലെന്നാരെങ്കിലും പറഞ്ഞോ? എടി പെണ്ണെ, ഈ പുരുഷവർഗത്തെ വിശ്വസിക്കരുത്. They have got only one name. Enjoy sex. അപ്പോട്ടിന് അത്രക്കാരനല്ല. അമേരിക്കയിൽ നിന്ന് വന്നാൽ ഉടനെ ഞങ്ങളുടെ കല്യാണം നടക്കും. കൺഗ്രാറ്റുലേഷൻസ് ഇൻ അഡ്വാൻസ്. ഏതായാലും നീ എഴുന്നേക്ക്. ഇന്ന് ശനിയാഴ്ച നമുക്ക് കടലിൽ കുളിക്കാൻ പോവാം. ഞാൻ വരുന്നില്ല. അതെന്താ? പൂവാളന്മാരുടെ കമന്റ് കേൾക്കാനേ എനിക്ക് വയ്യ. എടി, കടപ്പുറത്ത് കഴിഞ്ഞ ആഴ്ച അവരൊന്ന് ശല്യം ഉണ്ടാക്കി. അതോർത്താണോ നീ പറയുന്നത്? ഇനി ഒരു പ്രാവശ്യം ഉണ്ടായാൽ എന്ത് നടക്കുമെന്ന് നീ കണ്ടോ? കമോൺ, എനിക്ക് എന്തായാലും ഞാൻ ഇന്ന് നിന്റെ കൂടെ ഇല്ല. നീ വരുന്നില്ലെങ്കിൽ വേണ്ട. ദാറ്റ്സ് ഓൾ. ഞാൻ പൊയ്ക്കോളാം. കൊച്ചമ്മ ഇന്ന് ആളാകെ മാറിയിരിക്കുന്നല്ലോ. ഓ, കുറച്ചു ദിവസം കൂടി വക്കീൽ സാറ് വരികയല്ലേ? മറിയേ, നിന്റെ പണി കഴിഞ്ഞില്ലേ? സ്ഥലം വിട്, ഞാൻ പോയേക്കാവേ. ഒരു കാര്യം തീർച്ചയാ, 10 ദിവസം വേണേലും പട്ടിണി കിടക്കാം. എന്നാലും കെട്ടിയോന്റെ നെഞ്ചിൽ ചൂട് തട്ടാതെ ഒരു ദിവസം പോലും കിടന്നുറങ്ങാൻ എനിക്ക് പറ്റത്തില്ല. നീ ഒന്ന് പോകുന്നുണ്ടോ? ഞാനിവിടെ നിന്നിട്ട് എന്നാ ചെയ്യാനാ? എന്റെ ആള് വീട്ടിൽ കാണും, ഞാൻ പോടും. ഹലോ, അദ്ദേഹം വൈകിട്ടത്തെ ഫ്ലൈറ്റിന് വരും. അടിച്ച് നിന്റെ പല്ല് ഞാൻ കളയും ബഹളുണ്ടാക്കിയ. ഇന്ന് എന്താ നേരത്തെ എഴുന്നള്ളിയത്? എടേ, പണ്ട് കാലം മുതലേ വിത്തുകാളെ കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമായത്. അതുകൊണ്ടാണ് ഈ വീടിന് കാളപ്പറമ്പിൽ നിന്നുള്ള പേര് കിട്ടിയത്. എന്റെ അപ്പന്റെ പേര് കാളവറിയിൽ നിന്നായിരുന്നു. ഞാൻ ഈ തൊഴിൽ ഏറ്റെടുത്തപ്പോ മത്തായി കാളമത്തായി ആയി. നീ ആരാ? കാളമത്തായിയുടെ ഭാര്യ കൊച്ചുമറിയ. അതിരിക്കട്ടെ, ഇന്ന് എത്ര വീട്ടിൽ ജോലി നടന്നു? ഒറ്റ സ്ഥലത്തെ നീലാണ്ടന് പണി ഉണ്ടായിരുന്നുള്ളൂ മോളെ. ഒറ്റ സ്ഥലത്തോ? എന്താ വിശ്വാസായില്ലേ? നിങ്ങൾ പറയുന്ന വിശ്വസിക്കല്ലാതെ ഇതിന്റെ കണക്കെടുക്കാൻ നോക്കൂ. എന്നാ ശരി, വേണ്ട. കുറച്ച് എവിടെ നാളെ പോകുന്നു? കാശ് എവിടെ? കാശ് നിനക്ക് ഞാൻ തന്നില്ലേ? എവിടെ തന്നു? ഇല്ലല്ലേ. എന്താണോ മറിവേടി? മറിവിതേണ്ട. എന്നാ പിടിച്ചോ. വേണ്ട. ഇത് 40 അല്ലേ ഉള്ളൂ? ആ, 10 രൂപ അവര് പിടിച്ചു വെച്ചിരിക്ക. ചെന പിടിച്ചാലേ തരുള്ളൂന്ന്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? അതൊക്കെ പറയാൻ നീലാണ്ടം കേൾക്കും. അത് മതി അവന് നാണക്കേടിന്. ഇനി വേറെ വല്ലയിടത്തും നിങ്ങൾ കാശ് വെച്ചിട്ടുണ്ടോ? ഇല്ലടേ, ഒന്നുമില്ല. ഇല്ലാതൊന്നുമില്ല. ഇതെന്താ? അത് ബീഡിന്നി പിട്ടിയും ഇങ്ങെടുക്ക്. വലിക്കോ? എടുക്കാൻ. ബീഡി വലിക്കോ? ഇങ്ങോട്ട് എടുക്കാൻ. എന്താ ഇങ്ങനെ ചെയ്യണ നീ? ഇതെന്താ? നിങ്ങക്ക് നാണമില്ലേ? കല്ലുടിക്കാൻ ഞാൻ കാശ് തരുന്നില്ലേ? സത്യം എന്താന്ന് നിനക്കറിയോ? ഇത്രയും പ്രായമായിട്ട് നമുക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് 10 രൂപയ്ക്ക് മെഴുതിരി മേടിച്ച് അന്തോണിച്ച് പുണ്യാളിന് കൊടുക്കാന്ന് ഞാൻ നേർച്ച നേർന്നു. അല്ലാണ്ട് കല്ലുപിടിക്കാനൊന്നല്ല ഇത്. എന്നാലും നേരത്തെ പറയണ്ടേ? വേഗം കൊണ്ടുപോയി തിരി കത്തിക്ക്. ഇതെല്ലാം പിണ്ണാക്കിന്.
ഇത് കണ്ടുപിടിക്കാൻ. കള്ളു കുടിക്കാനൊന്നും വേണ്ട. ഒരു ദിവസം കള്ളു കുടിക്കാൻ ചത്തൂല്ല. വേണം. എനിക്ക് വേണ്ട. വേണം. എന്നെ നിർബന്ധിക്കണ്ട. എന്റെ പൊന്നല്ലേ. ഓ എന്തിനടി ഇത് വെറുതെ ഇങ്ങനെ കള്ളു കുടിച്ചിട്ട് കഴിക്കുന്നത്? ഇത് അന്തോണി സുണ്ണിയാണ്. അപ്പൊ പിന്നെ കള്ളു കുടിക്കാം. ഇത് കള്ളു കുടിക്കാൻ തന്നതാ. അപ്പൊ പിന്നെ അതും കുടിക്കാം. ഇത് നമ്മുടെ നീലാണ്ടന്റെയാണ്. അതൊക്കെ പിന്നെ ഈ കള്ള് ഷാപ്പിൽ കൊടുക്കാനുള്ള കാശ് ഉള്ള അപ്പം തരുമോ? അതിനല്ലേ നമ്മൾ ചില പരിപാടികളൊക്കെ കണ്ടുവച്ചിരിക്കണേ. ഇങ്ങോട്ട് പാടാ മോനെ നീയേ. ഈ ചെരുപ്പിന്റെ അകത്ത് ഇങ്ങനൊരു ബുട്ടൻസ് ഉള്ളത് വലുത് ഈ പെണ്ണിനെ അറിയോ? എന്റെ കർത്താവേ, നീ ഇങ്ങനൊരു വഴി എനിക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ തെണ്ടിപ്പോയാനെ. കൊച്ചമ്മ, വക്കീൽ സാർ ഈ ഫ്ലൈറ്റിൽ ഇല്ലായിരുന്നു. താൻ വണ്ടി ഷെഡിൽ കൊണ്ടിട്ടേച്ച് പോയിക്കോളൂ. ശരി കൊച്ചമ്മ. കേട്ടോ നാരായണ, മഠത്തിലെ തിരുമേനിയുടെ സിന്ധി പശു എന്റെ നീലാണ്ടന്റെ ഇരട്ടിയുണ്ട്. എത്രയുണ്ട്? ഇരട്ടി. ഞാൻ ആ പശുവിനെ ചേർപ്പിക്കാൻ നീലാണ്ടനെയും കൊണ്ട് അവിടെ ചെന്നു. സിന്ധി എന്റെ നീലാണ്ടനെ ഒരൊറ്റ നോട്ടം നോക്കി ചീ പോടാ പുല്ലേ എന്ന മട്ടി മുഖത്ത് തുപ്പിയതുപോലെയായി എനിക്ക്. ഞാൻ ഒരൊറ്റ വിളി വിളിച്ചു, മോനെ നീലകണ്ഠ, എന്റെ മാനം രക്ഷിക്കൂ. ഇത് കേട്ട പാതി നീലാണ്ടൻ എടുത്തൊരു ഒറ്റ ചാട്ടം. സിന്ധി പശു ക്ലോസ്. ചത്തുപോയോ? ഏയ് ചത്തില്ല. 10ാം മാസത്തിൽ പെറ്റു. ഇപ്പൊ കുടം വെച്ചല്ലേ പാല് കറക്കണേ. എടോ ശങ്കരപ്പിള്ളേ. ശങ്കരപ്പിള്ളയല്ല, ലോനപ്പൻ. എടോ ലോനപ്പ ശങ്കരപ്പിള്ളേ. ആഹാ, അവിടെ കിടോ. ബെട്ട പാടോ. അങ്ങനെ പോയാ പറ്റില്ലല്ലോ. ഇരിക്കൂടെ, ഇരിക്കലോ ഇവിടെ. താൻ എന്നോടോ മാർക്കം കൂടിയത്? സ്വാമിയേ ശരണവയ്യപ്പ, അങ്ങനെയൊന്നും പറയല്ലേ. ആട്ടെ, താൻ എന്തിനാണോ തലയിൽ മുണ്ടിട്ട് ഈ ഷാപ്പിലേക്ക് വരണേ? ആരെങ്കിലും കണ്ടാലോ? നാണക്കേടാവോ? അതല്ലടോ മാപ്പിളെ. പിന്നെ കാണുന്നതിനൊക്കെ കള്ള് ഞാൻ മേടിച്ചു കൊടുക്കേണ്ടി എന്റെ കാശുണ്ടോ? എന്നാ ഇന്നത്തെ കള്ള് എന്റെ വക. നാരായണ, ഒരു ഉപ്പ് കൊണ്ടുവാ. ഇന്നലെ മുതൽ എന്റെ ലക്ഷ്മി അമറുക. അങ്ങനെ പറ. അതാ നീലാണ്ടന് കാലത്തെ മുതൽ എന്നോടൊരു മുറുമുറുപ്പ്. ഞാനൊരു കാര്യം ചെയ്യാം. നാളെ രാവിലെ നീലാണ്ടനെയും കൊണ്ട് അങ്ങോട്ട് വരാം. അവൻ ലക്ഷ്മിയായിട്ട് കുറച്ചേരം സംസാരിക്കട്ടെ. അയ്യോ, വീട്ടിലോട്ട് കൊണ്ടുവരണ്ട, ഞാൻ പശുവിനെ അങ്ങോട്ട് കൊണ്ടുവരാം. അതെന്താ? പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ച് വീട്ടിൽ നിൽക്കുകയല്ലേ എന്റെ മത്തായിച്ച. എടോ, പിള്ളേര് ഇതൊക്കെ കാണണം, പഠിക്കണം. തെറ്റും ശരിയും മനസ്സിലാക്കേണ്ട പ്രായത്തിൽ മനസ്സിലാക്കിയാൽ പിന്നെ ഒരിക്കലും വഴിതെറ്റി പോവില്ല. മനസ്സിലായോ? മതി രജനി, ഡിന്നറിന് മുമ്പ് ഇഷ്ടം പോലെ കഴിച്ചതല്ലേ? This is on for the bed. ഇത് കഴിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നാൽ ഉറക്കം വരില്ല, പ്രത്യേകിച്ച് രജനിയെ കണ്ട ശേഷം. Really? ഉം. എങ്കിൽ ഞാൻ ഉറക്കിത്തരാം. ഷുവർ? ഉം. മോളെ, മണി 11 സാറിന് ഉറങ്ങണ്ടേ? ഞാൻ ഈ വേഷം ഒന്ന് മാറ്റിട്ട് വരാം. വരും മമ്മി. ഹലോ, സണ്ണിച്ചായനാണോ? നല്ല പണിയായി കാണിച്ചത്. വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതാണ്, പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ പതിവ്. കേസിന്റെ വാദം തീരാതെ പോരാൻ പറ്റുമോ ആലീസ്? അപ്പൊ നാളെയും വരില്ലേ? നോ, ഒരു 4-5 ദിവസത്തെ ജോലി കൂടി ഉണ്ട്. അതുകൂടി തീർത്തിട്ട് അടുത്ത ശനിയാഴ്ച വരാം. അടുത്ത ശനിയാഴ്ചയും പ്രോഗ്രാം മാറുവോ? ഏയ്, ഇറ്റ്സ് ഡെഫിനിറ്റ്. നിർത്തട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ഹലോ, ആരാ സംസാരിക്കുന്നേ? ഐ എം രജനി. വാട്ട് യു വാണ്ട്? ഐ ആം മിസ്സസ് സണ്ണിച്ചെറിയൻ. വിൽ യു കൈൻഡ്ലി ഗെറ്റ് ഹിം ഓവർ ദ ഫോൺ? റോങ് നമ്പർ. ഹലോ ഹലോ ഹലോ. നിന്റെ കള്ളൻ മത്തായിച്ചോ, മത്തായിച്ചാ. ആഹാ, പിള്ളേച്ചൻ രാവിലെ തന്നെ ഇങ്ങോട്ട് പോന്നോ? രാഹുകാലത്തിന് മുമ്പ് ചേർപ്പിക്കാമെന്ന് വെച്ചു. നീലാണ്ടൻ അങ്ങനെ രാഹുകാലൊന്നുമില്ല, അവൻ എപ്പോഴും റെഡിയല്ലേ. അതെ, ഐശ്വര്യമായിട്ട് അങ്ങ് പിടിച്ചു. എന്റെ കർത്താവേ, സ്വാമി ശരണം. ഇതെന്താ 5 രൂപ? കേട്ടോ, ഞാനിത് തനക്ക് വെറുതെ തന്നതാ. മനസ്സിലായില്ല. എന്താ കാലത്തെ തർക്കം? തർക്കമൊന്നുമില്ല. താൻ കഴിഞ്ഞ പ്രാവശ്യം പശുവിനെ കൊണ്ടുവന്നപ്പോ എത്ര രൂപ തന്നത്? 50 രൂപ. പിന്നെന്താ 5 രൂപ? എടോ, ഈ കാര്യം നയാ പൈസ കൂടാതെ സാധിക്കാൻ ഇവിടെ ഒരു പുതിയ പദ്ധതി വന്നിട്ടുണ്ട്. എന്ത് പദ്ധതി? കൃത്രിമ ഗർഭോത്പാദന പദ്ധതി. എന്ത് എന്ത് എന്ത്? ഉൽപാദന പദ്ധതി. ഇതെന്തേ പറയണേ? സ്വിറ്റ്സർലാൻഡിൽ നിന്നും കാളകളുടെ ജ്യൂസ് പീച്ചാങ്കോയിലൂടെ വലിച്ചെടുത്ത് ഇവിടെയുള്ള പശുക്കൾക്ക് പീച്ചാങ്കോയിലൂടെ തന്നെ ഇഞ്ചക്ഷൻ ചെയ്യുക. അതാണ് കൃത്രിമം. എവിടെ ഈ സ്ഥലം? ഇപ്പൊ നമ്മുടെ മൃഗാശുപത്രി തന്നെ. പിള്ളേച്ച, ദൈവം ഓരോന്നിനും ഓരോ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വഴിയെ പോവാതെ പീച്ചാങ്കോലിന്റെ വഴി കൂടെ പോയാ പശു ചത്തുപോകും. ചത്തുപോണി അങ്ങ് പോട്ടെ, ഞാൻ എന്റെ പശുവിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോവാ. കൊച്ചുമറിയേ, സംഗതി കുഴപ്പാവോടി? നിങ്ങൾ നീലാണ്ടനും കൊണ്ട് പോകുമ്പോഴേ ആ മൃഗാശുപത്രി കയറി ഒന്ന് അന്വേഷിക്കണം. ഏയ്, ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ ആവശ്യമൊന്നുമില്ല. പ്രതിയെ അറസ്റ്റ് ചെയ്യാതിരുന്നാ പോരെ? അത് ഞാൻ നോക്കിക്കോളാം. ഞാൻ നാളത്തെ ഫ്ലൈറ്റിന് മദ്രാസിൽ പോകും. അതിനു മുമ്പ് ഇത് ശരിയാക്കിയിട്ടേ പോവൂ. ഓക്കെ. സണ്ണിച്ചായൻ നാളെ പോവാന്നോ? ഒരു മർഡർ കേസിലെ പ്രതിക്ക് ജാമ്യം എടുക്കണം. ഞാൻ പോയാലേ അത് നടക്കൂ. ഇങ്ങനെ കേസുകാരികളുമായി എത്ര കാലം ഓടുക? വീട്ടുകാര്യങ്ങളും കൂടി നോക്കണ്ടേ? അത് നോക്കാൻ നീയില്ലേ? ഇതാരാ ശങ്കരപ്പിള്ളേ? മനസ്സിലായില്ലേ? ഇല്ല. അയ്യോ, എന്റെ സഹോദരിയുടെ മോനാ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ സാറിനോട് പറഞ്ഞായിരുന്നു. ഞാൻ ആ കാര്യം മറന്നുപോയി. ആ, എന്താ പേര്? പേര് പറഞ്ഞു കൊടുക്കടാ. വിഷ്ണു. അതെ, ഇവൻ BSc പരീക്ഷ എഴുതി നിൽക്കുക. സാർ എന്തെങ്കിലും ഒരു ജോലി ഇവന് ഒപ്പിച്ചു കൊടുത്താ എന്റെ മോള് രക്ഷപ്പെടുമായിരുന്നു. ഇവന് ജോലി കിട്ടിയ മോളെങ്ങനെ രക്ഷപ്പെടുക? പെണ്ണിന്റെ മുറച്ചെറുക്കനായവൻ അവള് വയറ്റിൽ കിടക്കുമ്പോ തന്നെ ഞാനും പെങ്ങളും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കി. പെണ്ണിനെ എവനെ കൊണ്ട് സംബന്ധം ചെയ്യിപ്പിച്ചോളാമെന്ന്. അപ്പോ ഇവന് വേണ്ടി മോളെ അങ്ങ് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലേ? ആന്നേ, ആ ധാരണയിൽ യവന്റെ പഠിത്തത്തിന് വേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും റിസൾട്ട് വരട്ടെ. എന്തെങ്കിലും ഒരു ജോലി ഞാൻ ഏർപ്പാട് ചെയ്ത് തരാം. അതും കൂടി കഴിഞ്ഞ് ഇവരുടെ കല്യാണവും നടത്തിയ ശങ്കരപ്പിള്ളക്ക് പിന്നെ സമാധാനമായിട്ട് മരിക്കാം. താനിപ്പോ മരിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഹെടോ, സ്വർഗത്തിൽ കോടതിയൊന്നുമില്ല. നരകത്തിലുണ്ട് സാറേ. കള്ളക്കേസ് വാദിച്ചിട്ടുള്ള സകലമാന വക്കീലന്മാരും അവിടെ കാണും. ഞാൻ അവരുടെ ആരുടെയെങ്കിലും കൂടെ ഗുമസ്തനായിട്ട് കൂടിക്കോളാം. ഹലോ, അതെ, ഞാൻ തന്നെയാ. ഉടനെ വന്നേക്കാം. ഞാൻ നമ്മുടെ വക്കീലാഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. എടോ ശങ്കരപിള്ളേ, താൻ ആ 110 നമ്പർ കേസിന്റെ പകർപ്പെടുത്ത് വക്കീലാഫീസിൽ കൊടുത്തേക്ക്. അത് കഴിഞ്ഞ മകരത്തിൽ തന്നെ ഡിഫോൾട്ടിഫിക്കേഷൻ ആയി പോയില്ലേ? ഏതായാലും താൻ ആ പകർപ്പൊന്ന് എടുത്ത് കൊടുക്ക്. കുഞ്ഞേ, ഇവന്റെ കാര്യം വക്കീൽ സാറിനോട് ഒന്ന് ശുപാർശ ചെയ്യണം. ശങ്കരപ്പിള്ള സണ്ണിച്ചായന്റെ പഴയ കാലം മുതലുള്ള ഗുമസ്തനല്ലേ? എന്ന് വെച്ച് കുഞ്ഞു പറയുന്നത് പോലെ ഞാൻ പറഞ്ഞാ ഏക്കൂ. ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളവനാ ഈ ചെറുക്കൻ. ഒന്ന് കരകയറ്റി വിട്ടാ കുഞ്ഞിന് പുണ്യം കിട്ടും. എന്തിനാ ഇയാൾ സമ്മാനം വാങ്ങിച്ചിട്ടുള്ളത്? മിഴിച്ചു നിൽക്കാതെ വാളർന്നങ്ങോട്ട് പറയടാ. യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് വീണ മത്സരത്തിൽ എനിക്കായിരുന്നു ഇത്തവണ 1ാം സമ്മാനം. വീണ പഠിച്ചിട്ടുണ്ടോ? അയൽ വീട്ടിൽ വീണ നന്നാക്കുന്ന ഒരു ആശാരിയുണ്ട്. അയാള് വായിക്കുന്നത് കേട്ട് അല്പസ്വല്പം. ഓഹോ, എങ്കിൽ ഈ വീണ എടുത്തുനിന്ന് വായിക്കൂ, കേൾക്കട്ടെ. ചെല്ല് മോനെ, ചെല്ല്.
ശങ്കരപ്പിള്ളേ, ഇവനെ ശരിക്ക് പഠിപ്പിച്ച മിടുക്കനായി വരും. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും കുഞ്ഞെ? കുഞ്ഞു മനസ്സ് വെച്ചാ 10-15 വർഷമായി ഞാൻ വീണ കൈകൊണ്ട് തൊട്ടിട്ട്. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ? കല്യാണം കഴിച്ചു കൊണ്ടുവന്ന കാലത്ത് എപ്പോ വന്നാലും ഈ വീട്ടിൽ നിന്ന് വീണയുടെ സ്വരം കേൾക്കുമായിരുന്നു. ഏതായാലും ഞാനൊരു കാര്യം ചെയ്യാം. കാലത്തും വൈകിട്ടും ഓരോ മണിക്കൂർ ഞാൻ ഇവനെ വീണ പഠിപ്പിക്കാം. നിനക്ക് വിശ്വാസമാകുന്നില്ല അല്ലേ? കൊച്ചമ്മ അങ്ങനെയൊന്നും ഒരു കാര്യം ഏക്കുന്നതല്ല. നിന്റെ യോഗം കൊണ്ടായിരിക്കും അവര് സമ്മതിച്ചത്. മോനെ, ഒരമ്മയെ പോലെ അവരെ ബഹുമാനിക്കണം. ശുഷ്കാന്തിയോടെ പഠിച്ച് മിടുക്കനായി വരണം. ഞാനിനി ജീവിച്ചിരിക്കില്ല ശൈലി. ഞാൻ ആത്മഹത്യ ചെയ്യും. അതാണോ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം? പിന്നെ ഞാൻ എന്ത് ചെയ്യും? നിന്റെ അപ്പുവേട്ടൻ വളരെ നല്ല ആളാണെന്നല്ലേ നീ പറഞ്ഞത്? നീ ഈ വിവരം എഴുതി അറിയിച്ചിട്ട് അയാളൊരു മറുപടി അയച്ചോ? അയാൾ ഇനി എന്നാണ് അമേരിക്കയിൽ നിന്ന് മടങ്ങി വരിക? 3 വർഷം നിനക്കിത് മറച്ചു വയ്ക്കാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്, പുരുഷന്മാരെ വിശ്വസിക്കരുതെന്ന്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുമായിരുന്നു. എന്ത് നിയന്ത്രണമില്ലായ്മ കൊണ്ടാണ് ശൈല ഇതെല്ലാം സംഭവിച്ചത്? നോ, അയാളുടെ കവിത കേട്ട് നീ മയങ്ങിയത് കൊണ്ട്, അയാൾ പറഞ്ഞത് നീ വിശ്വസിച്ചത് കൊണ്ട്. ഏതായാലും കരഞ്ഞുകൊണ്ടിരുന്ന ഇത് പരിഹരിക്കാൻ പറ്റില്ലല്ലോ. ഐ വിൽ ടേക്ക് യു ടു എ ലേഡി ഡോക്ടർ. എന്തിനെ? ഫോർ അബോർഷൻ. വാ വാ, കാരണന്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇറങ്ങിക്കും മോനെ. ഭഗവാനെ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ പുറകെ വിളിക്കുന്നത് അപശകുനമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ മോളെ? ഓഹോ, നീ അമ്പലത്തിൽ പോയി പ്രസാദം കൊണ്ടുവന്നതല്ലേ? എന്നാ അത് പറയണ്ടേ? അവൾ എങ്ങനെയാ പറയുന്ന അമ്മവ? അത് ശരിയാ. ആ കൊടു കൊടു. ഈശ്വര, മോനെ പോവാ. വാ, ദക്ഷിണ കൊടുക്കും മോനെ. ഇനി നമസ്കരിക്കേ. ദൈവം നല്ലത് വരുത്തട്ടെ. ഇരിക്കൂ. അപ്പോ ഞാനങ്ങോട്ട് പോയിക്കൊള്ളൂ. വരട്ടെ മോനെ. കൊച്ചമ്മയെ ഞാൻ എന്താ വിളിക്കേണ്ടത്? എന്നെ ആന്റിന്ന് വിളിച്ചാ മതി. ഈ 2 വീണ അത് ഞാൻ പഠിച്ച വീണ. ഇത് എന്റെ ഗുരു എനിക്ക് സമ്മാനിച്ചത്. ഒന്ന് ചോദിച്ചോട്ടെ, ആന്റി എന്താ വളരെ കാലമായിട്ട് വീണ വായിക്കാറില്ലെന്ന് പറഞ്ഞത്? ആസ്വദിക്കാൻ ആളില്ലെങ്കിൽ സംഗീതം മുരടിച്ചു പോവും. സണ്ണിച്ചായന് സംഗീതത്തോട് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് വളരെ കാലമായി ഞാൻ വീണ വായിക്കാറേയില്ല. ആ, അതൊക്കെ എന്റെ സ്വന്തം കാര്യം. നമുക്ക് തുടങ്ങാം. മൃഗാശുപത്രി, കൃത്രിമ ഗർഭോത്പാദന കേന്ദ്രം,
എടോ കൃത്രിമമേ, നീ എനിക്കിട്ട് പാര വെക്കാനാണല്ലോ വന്നത്. എന്നാലും എന്റെ ശങ്കരപ്പിള്ളേ, എന്നോട് ഇത് വേണ്ടായിരുന്നു. ഞാൻ ഈ പശുവിനെയും കൊണ്ട് തന്റെ വീട്ടിൽ വന്നതല്ലേ, തനിക്ക് പറ്റിയല്ലെന്ന് പറഞ്ഞാ പിന്നെ ഞാൻ എന്തോ ചെയ്യും? ഈ ചുറ്റുവട്ടത്ത് ഏറ്റവും അടുപ്പുള്ള താൻ കാല് മാറിയപ്പോ മറ്റുള്ളവരുടെ കാര്യം പറയണോ? എടോ, ഇത് ആദ്യത്തെ സ്റ്റെപ്പാ. അടുത്ത പടി വീടാന്തരം പീച്ചാങ്കോളിലും കൊണ്ടുപോയി നടത്തുവെന്നാ ഡോക്ടർ എലിക്കുളം പറഞ്ഞിരിക്കുന്നത്. എന്നെ കുളത്തിൽ ഇറക്കാനാണല്ലോ ഈ എലിക്കൂടെ വന്നിരിക്കുന്നത്. 6 മാസത്തിനകം ഈ നാട്ടിലുള്ള എല്ലാ പശുക്കളെയും അയാൾ കൃത്രിമിപ്പിക്കും. വാ. കൃത്രിമം, നിന്റെ ഒടുക്കത്തൊരു കൃത്രിമം. ഞാൻ ശരിയാക്കി തരാടാ. എടാ എലിക്കുളം, നിന്റെ നെഞ്ചത്ത് ഞാൻ കുളം തോന്നടാ. നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. ഞാൻ താനാണോ ചാണകം വാരിയത്? അതെ, ഞാനാ ചാണകം വാരി എറിഞ്ഞത്. ഒരു ഗവൺമെന്റ് ഡോക്ടർ മുഖത്താണ് ചാണകം വാരിയത് എന്ന് മനസ്സിലാക്കണം. തന്റെ മുഖം കണ്ട ഏതെങ്കിലും ഒരു പട്ടി പറയൂടോ താൻ ഡോക്ടറാണെന്ന്? പോട്ടെ, എത്താൻ പറയോ? ഇല്ലെന്ന് തന്നെ പോലീസിൽ ഏൽപ്പിക്കും. ഏൽപ്പിക്കാൻ പോവാ. എന്നെ ചാണകം വാരിയത് ആരാടോ ഇയാൾ? കാണമത്തായി പശുവിനെ ചേർപ്പിക്കുന്ന ആളായിരിക്കും. അതെ. ഇയാൾ കുഴപ്പം വല്ലതും ഉണ്ടാക്കുവോ? സാർ അയാളെ ഒന്ന് വീട്ടിൽ പോയി കാണുന്നതാ നല്ലത്. മോഡലിങ്ങിന് പോകരുതെന്ന് പറഞ്ഞാ പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും സർ? നിങ്ങൾക്ക് ജീവിക്കാനുള്ള വക ഞാൻ തന്നാ പോരെ? മിസ്റ്റർ സണ്ണി, നിങ്ങൾ എത്ര കാലത്തേക്ക് തരും? മരണം വരെ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഗതി എന്തായിരിക്കും? തെരുവില്, അല്ലാതെ എന്തോട്ടാ? മിസ്റ്റർ സണ്ണി, മോഡലിങ്ങിന് പോയാലേ ഞങ്ങക്ക് ജീവിക്കാൻ നോക്കൂ. ആദ്യമായി വേണ്ടത് സ്വന്തമായിട്ടൊരു കൊച്ചു വീടാ. ഈ വലിയ വീടായ കുഴപ്പമുണ്ടോ? ഈ വീടോ? ഞങ്ങക്കോ? സാർ എന്തായി പറയുന്നത്? മനസ്സിലായില്ലേ രജനി? നിയമപരമായി എനിക്ക് നിന്റെ വിവാഹം കഴിക്കാൻ പറ്റില്ല. ബട്ട് ഐ പ്രോമിസ് ദാറ്റ് ഐ വിൽ കീപ് യു ആസ് മൈ വൈഫ് ടിൽ മൈ ഡെത്ത്. അതിന്റെ ആദ്യപടിയായി ഈ വീട് ഞാൻ നിന്റെ പേർക്ക് എഴുതി തരുന്നു. സാർ ഒന്നുകൂടി ആലോചിച്ചിട്ട് വീട് എഴുതി കൊടുത്താൽ പോരെ? നോ, ഇറ്റ്സ് മൈ ഫൈനൽ ഡിസിഷൻ. സാർ വിചാരിക്കുന്ന പോലെ എന്നും അവർ സാറിന്റെ കൂടെ നിൽക്കൂ. തീർച്ചയായും. നൗ ഷീ ഈസ് മോർ ദൻ എ വൈഫ് ഫോർ മീ. ഞാനൊന്ന് നാട്ടിൽ പോവാണ്. തിങ്കളാഴ്ച മടങ്ങി വരുമ്പോൾ വീട് രജിസ്റ്റർ ചെയ്യത്തക്ക വിധം ഡോക്യുമെന്റ്സ് തയ്യാറാക്കി വെച്ചേക്കണം. ഈ രണ്ട് രാഗങ്ങൾക്കും തമ്മിൽ 3 സ്വരങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. ശരി, ഇന്നിനി നമുക്ക് നിർത്താം. ശരി. തന്റെ പേര് വിഷ്ണു. ഓ, എങ്ങനെയുണ്ട് തന്റെ വീണപടുത്തമൊക്കെ? ആന്റി വളരെ ബുദ്ധിമുട്ടി പഠിപ്പിക്കുന്നുണ്ട്. ഗുഡ്, വെരി ഗുഡ്. എന്റെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോ ഞാനങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ? ഓ, ആയിക്കോട്ടെ. ഏതായാലും നിനക്ക് സമയം കൊല്ലാൻ നല്ലൊരു വഴിയായി. വിഷ്ണുവിന് നല്ല സംഗീതവാസനയുണ്ട്. ശരിക്കു പഠിച്ചാൽ നല്ല നില വരുമെന്നാ എനിക്ക് തോന്നുന്നത്. സംഗീതം പഠിച്ചിട്ട് എന്തോ ചെയ്യാനാ? അവന്റെ കാര്യം പോക്കാ. നമുക്ക് പിന്നെ സംഗീതം എന്ന് കേട്ടാ പണ്ടേ കൈപ്പല്ലേ. എടി, ലോകത്തെ ഏറ്റവും വലിയ സംഗീതജ്ഞനായ ബീഥോവൻ പൊട്ടനായിരുന്നു. അതുകൊണ്ട് അയാൾ പാട്ട് കേട്ടിട്ടില്ല. കേട്ടിരുന്നെങ്കിൽ ജമ്മത്ത് അയാൾ പാടില്ലായിരുന്നു. മതി മതി. പിന്നെ മോന്റെ എടുത്തു വന്നിട്ടുണ്ട്. എവിടെ? എന്താ വിശേഷം? ആദിവാസികൾക്ക് കുടിൽ കെട്ടി കൊടുക്കാൻ 5000 രൂപ സംഭാവന അയച്ചു കൊടുക്കണമെന്ന്. ഒരു നല്ല കാര്യത്തിനല്ലേ? അതിന് പണം വേണ്ടേ? പണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നെട്ടോട്ട് ഓടുന്നതിനെ പറ്റി ഈ കത്തനാർക്ക് വല്ലതും അറിയാമോ? നിങ്ങൾ എന്താ മനുഷ്യന്റെ കാലത്ത് ഈ കുന്തം വിഴുങ്ങിയ പോലെ കുത്തിയിരിക്കുന്നേ? കുന്തം വിഴിഞ്ഞ ഇങ്ങനെ ഇരിക്കേ. എന്റെ വായനൊന്നും കേട്ടോണ്ടല്ലോ. നീലാണ്ടനെ കൊണ്ട് പോകുന്നില്ലേ? എന്തിന്?
നാട്ടിലുള്ള പശുക്കളെ മുഴുവൻ വീടുകൾ തോറും കയറി ഇറങ്ങി ആ കാലമാടൻ ഡോക്ടറെ കൃത്രിമിച്ചടി. ഇനിയിപ്പോ എന്തോ ചെയ്യും? എന്ത് ചെയ്യാനാ? ഗുഡ് മോർണിംഗ് മിസ്റ്റർ മത്തായിച്ചൻ. എന്നെ മനസ്സിലായില്ലേ? ഡോക്ടർ എലിക്കുളം. ഞാൻ മത്തായിച്ചനോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. നിങ്ങളെ പിണക്കിയിട്ട് എനിക്കിവിടെ ജീവിക്കാൻ ഒക്കുവോ? അതുകൊണ്ട് നമ്മൾ തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ കഴിയുന്നതല്ലേ നല്ലത്. അയ്യോ, ഒരാൾ ആദ്യമായിട്ട് വന്നിട്ട് നീ നോക്കി നിക്ക. ശരി, ചായ എടുത്തിട്ട് വാ. അയ്യോ വേണം, ഒന്നും വേണ്ട. ഞാൻ ഇപ്പൊ ചായ കുടിച്ച് വന്നേ ഉള്ളൂ. വന്നേ. എന്താ ഡോക്ടറെ? വാ, നമ്മളൊക്കെ ഇനി ജ്യേഷ്ഠാനുജന്മാരെ പോലെ ജീവിക്കുന്ന ആൾക്കാരല്ലേ. ഇരിക്കി. ഡീ, ആ ചുവന്ന പാട്ടയില് ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടാ. ഒന്നും എടുക്കണ്ട. അതിന്റെ അപ്പുറത്ത് തന്നെ മറ്റേ പാട്ടയില് അച്ചപ്പണ്ട് എല്ലാം എടുത്തിട്ട് വാ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. കാപ്പി അയ്യോ, കുടിച്ചിട്ട് വേണ്ട, പോവാം. വേണ്ട ചേച്ചി, ബിസ്ക്കറ്റ് ഒന്നും വേണ്ട. എനിക്ക് വയറ് വരുന്നു. വേദനിക്കുക. ദേ, ഒരു മിനിറ്റ് അല്ലേ വേണ്ടു. നല്ല മനുഷ്യനാണല്ലോ ഇയാള്. അയ്യോ, പാവപ്പെട്ട തങ്കം പോലത്തെ മനുഷ്യനാണല്ലോ ഞാൻ ഇതുവരെ സംശയിച്ചേ. പാവം. സഹവാസം കാളയുടെ കൂടെ ആണെങ്കിലും മനസ്സ് മനുഷ്യന്റെ തന്നെ. പാവം, പഠിപ്പില്ലാഞ്ഞിട്ടായിരിക്കും. എന്തിനാ ഈ വെട്ടുകത്തി? ഇല മുറിച്ച് ഈ പലഹാരൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാനുണ്ട് മോളെ. അതിനെന്തിനാ വെട്ടുകത്തി? വെട്ടുകത്തിയാ? വെട്ടുകത്തി അവനെ കൊല്ലാൻ. അയ്യോ, നിങ്ങളൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? ഇവന്റെ കഴുത്ത് വെട്ടി ഞാൻ ഈ പറമ്പിൽ കുഴിച്ചിട്ടില്ലെങ്കിൽ എന്റെ അമ്മോ, ഞാൻ കൊല്ലടാ. എന്നെ വിട്ട് എന്റെ പിള്ളേച്ച അവനെ ഞാൻ ഇന്ന് തട്ടും. എന്തിന്? എന്റെ വയറ്റിൽ മുട്ടിച്ചില്ലേ? ആശുപത്രി വരുന്ന പശുക്കൾ അവൻ കൃത്രിമിച്ചോട്ടെ. ഇത് വീടുകൾ തോറും നടന്ന് കൃത്രിമിക്കല്ലേ? അതിന് അയാളെ വെട്ടിക്കൊന്നാ പറ്റുമോ? പിന്നെ ഞാൻ എന്ത് ചെയ്യും? പറഞ്ഞുതരാം. അയാളെ തീർക്കാൻ ഒരു പണി ചെയ്യണം. അതെന്ത് പണിയാ? കോഴിമുട്ടയില് ഉം. ഒരു ചിണുക്ക് വേല, പക്ഷെ ഒരു ഇത്തിരി ചെലവുണ്ട്. എന്ത് ചെലവ് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ പിള്ളേച്ച എന്നെ രക്ഷിക്കണം. ഏറ്റിരിക്കുന്നു. ഞാൻ തനിക്കൊരു മുട്ട തരാം, മന്ത്രിപ്പിച്ച് അത് 7:30 വെളുപ്പിന് കുളിച്ച് ഉം. ഈറനോടുകൂടി ഡോക്ടറുടെ വീടിന്റെ പടിക്ക് വന്ന് ഒരു കുഴി കുഴിച്ച് മുട്ട അതിൽ വെച്ച് മണ്ണിട്ട് മൂടണം. കിടന്നു പോകും. പക്ഷെ ഒരു കാര്യം, തിരികെ വരുന്നത് വരെ കമാന്നൊരക്ഷരം മിണ്ടരുത്. അങ്ങനെ മിണ്ടിയ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? തന്റെ തലയുണ്ടല്ലോ, അമിട്ട് പൊട്ടുന്നത് പോലെ പൊട്ടിത്തെറിച്ചു പോകും. ഒന്നുമില്ല. ആ മുട്ട ഒന്ന് വേഗം ഏർപ്പാടാക്കി തരുമോ? തരാം, തരും. നല്ല ആളാ. വേഴാമ്പലിനെ പോലെ ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസങ്ങളായിന്നറിയോ? സണ്ണിച്ചയ, പ്ലീസ് സണ്ണിച്ചയ. ഞാനൊന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാമോ നിനക്ക്? സണ്ണിച്ചയ, പണം മാത്രം ഉണ്ടാക്കിയാൽ മതിയോ? ഭാര്യ എന്നൊരുത്തി ഇവിടെ കാത്തിരിക്കുന്ന കാര്യം കൂടി ഓർക്കണ്ടേ? സണ്ണിച്ചയ, പ്ലീസ്. ഇതൊരു ശല്യമായല്ലോ. ഇവിടെ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ലെങ്കിൽ ഞാൻ അപ്പുറത്ത് പോയി കിടന്നോളാം. ആ കുഞ്ഞ് വീണ പഠിക്കാൻ വന്നതായിരിക്കും. അതെ. കൊച്ചമ്മ മോളി കുളിച്ചോണ്ടിരിക്കുക, ഇപ്പൊ വരും. ആ, ആ പിന്നെ ഫോൺ വല്ലതും വന്നാ എടുത്തോണേ. അത് വക്കീൽ സാറ്. അദ്ദേഹത്തിന്റെ വരവും പോക്കും ഒക്കെ മിന്നായം പോലെ അല്ലേ? കാലത്തെ വിമാനത്തിന് മദ്രാസിന് പോയി. ആന്റി, ആന്റി,
ആന്റി 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 താൻ എന്താണോ കാണിക്കുന്നത്? ഇപ്പൊ പൊട്ടുടാ നിന്റെ തല. അമിട്ട് പൊട്ടുന്നത് പോലെ പൊട്ടിത്തെറിക്കും. എന്താ ഇത് പൊട്ടാത്ത? ഇനിയിപ്പ ശങ്കരപ്പിള്ള എന്നെ പറ്റിച്ചതാവോ? എന്താ സാർ, ഇന്ന് അവസാനത്തെ അവധിയാണ്. ഇന്നും സാറ് ഹാജരായില്ലെങ്കിൽ എക്സ്പാർട്ടിയായിട്ട് കേസ് ജഡ്ജി വിധിച്ചെന്ന് വരും. ഒരവധിക്ക് കൂടി അപേക്ഷിക്കുക, അല്ലെങ്കിൽ മിസ്റ്റർ രാമകൃഷ്ണൻ എനിക്ക് വേണ്ടി ഹാജരാകുക. ഇല്ല സാർ, ഇത് സാറിന്റെ ഒരു പഴയ ക്ലയന്റിന്റെ കേസാണ്. ഞാൻ വാദിക്കാൻ അവർ അനുവദിക്കില്ല. രജനിക്ക് ഒരു പുതിയ കാർ എടുക്കാൻ ഇന്ന് ഞാൻ അവളുടെ കൂടെ പോണ്ടിച്ചേരിക്ക് പോകാമെന്ന് ഏറ്റിരിക്കുകയാണ്. അത് നാളെ ആയിക്കൂടെ സാർ? നോ, അവളോടൊരു വാക്ക് പറഞ്ഞിട്ട് അത് മാറുന്നത് ശരിയല്ല. സാർ പ്ലീസ്. നിങ്ങൾ റെഡി സാർ? മിസ്റ്റർ സണ്ണി, കാർ എടുത്തിട്ട് നേരെ തിരുപ്പതിക്കാ പോണം. ഐസിനായിട്ട് ദർശനം കഴിപ്പിച്ചിട്ട് വേണം കാർ ഇവിടെ കൊണ്ടുവരാൻ. ഐ ആം റെഡി. എന്നാ വന്നാട്ടെ. മിസ്റ്റർ രാമകൃഷ്ണൻ, ഞാൻ പോവാണ്. യു ഹാൻഡിൽ ദ കേസ്. എത്ര നേരമായിട്ട് ഞാൻ കാത്തു നിൽക്കുന്നറിയോ? അമ്മാവൻ ഉറങ്ങാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ പേടിയായിരുന്നു. ഇവിടെ വരാൻ എന്തിനാ പേടിക്കുന്നത്? വരൂ. Come on. തനിക്ക് ഇന്ന് എന്ത് പറ്റി? ക്ഷമിക്കണം ആന്റി,
ഞാൻ ചെയ്തത് തെറ്റാണ്. വേണ്ട, ഇനി വേണ്ട. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അറിയാതെ ആയിരുന്നെങ്കിലും ഞാൻ അതിനു വേണ്ടി ദാഹിക്കായിരുന്നു. വരണ്ടുണങ്ങിയ എന്റെ മനസ്സിൽ നീ പകർന്നത് ആശ്വാസമായിരുന്നു വിഷ്ണു. ആശ്വാസം. വരൂ വിഷ്ണു, പ്ലീസ് വരൂ, പ്ലീസ്. സണ്ണിച്ച, ഒരു അമേരിക്കൻ കമ്പനിക്കാര് സിഗരറ്റിന്റെ പരസ്യത്തിന് വന്നിട്ടുണ്ട്. ഇവിടെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന 2-3 ഫോട്ടോ എടുക്കണം. അത്രേ ഉണ്ടോ? 25,000 രൂപയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. രജനി ഇനിയും മോഡലിങ്ങിന് പോകുന്നത് എനിക്കിഷ്ടമല്ല. രൂപ 1-2 അല്ല, 25,000. രൂപ 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 എത്ര കിട്ടിയാലും നിങ്ങൾക്ക് മതി വരില്ല അല്ലേ? ചോര നീരുള്ളപ്പോഴല്ലാതെ 10 ചക്രം ഉണ്ടാക്കാൻ പറ്റുമോ സണ്ണി? സരസമേ, അമേരിക്കൻ കമ്പനിക്കാർ തരാമെന്ന് പറഞ്ഞ് 25,000 രൂപ ഞാൻ തരാം. യെസ്, എപ്പ തരും? ഇന്ന് തന്നെ. പക്ഷേ ഇനി രജനിയെ മോഡലിംഗ് അയച്ചുകൂടാ. സമ്മതിച്ചോ? കാശ് കിട്ടിയാ പിന്നെ സമ്മതിക്കാതിരിക്കാൻ ഒക്കുവോ? അല്ലേ മോളെ? പണം ബാങ്ക് തുറന്നാൽ ഉടനെ പണം എടുത്തു തരാം. അതാണത്തോ. നീ വാ, സിഗരറ്റുകാരൻ സായിപ്പ് അവന്റെ പാട്ടിന് പോട്ടനെ. വാ. സാർ, പറയുന്നതിൽ ക്ഷമിക്കണം. അമ്മയും മകളും കൂടി സാറിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. മിസ്റ്റർ രാമകൃഷ്ണൻ, ഐ നോ ദാറ്റ്. പക്ഷേ എന്റെ വീട്ടിൽ കിട്ടാത്ത സുഖം എനിക്ക് അവൾ പകർന്നു തരുന്നു. സോ ദ മണി ഐ പേ ഈസ് ആൻ എന്റർടൈൻമെന്റ് ടാക്സ്. വിഷ്ണുവിനറിയില്ല ഞാൻ അനുഭവിച്ച നൊമ്പരങ്ങൾ. അദ്ദേഹം വരുമെന്ന പ്രതീക്ഷയോടെ ഓരോ രാത്രിയും ഞാൻ കാത്തിരിക്കുമായിരുന്നു. പക്ഷെ അവഗണനയും കണ്ണീരുമായിരുന്നു അനുഭവം. എനിക്ക് നിഷേധിക്കപ്പെട്ടത് വിഷ്ണുവിൽ നിന്ന് കിട്ടി. താലി കെട്ടിയ ആ മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ ചെയ്യുന്നത്. ആ തെറ്റ് ഞാൻ ആവർത്തിച്ചിട്ടും എന്റെ മനസ്സിൽ കുറ്റബോധമില്ല, പശ്ചാത്താപവുമില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? സണ്ണിച്ചയിൽ നിന്നും സ്നേഹത്തിന്റെ ഒരു കണിക പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും വിഷ്ണു പകർന്നു തന്ന ആശ്വാസവും സ്നേഹവും ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരിക്കലും. ആന്റി എന്തിനാ ഇപ്പോഴിതൊക്കെ പറയുന്നത്? നാളെ രാവിലെ എന്റെ മകൾ കോളേജ് അടച്ചു വരും. എന്തൊക്കെയായാലും ഒരമ്മയുടെ ദൗർബല്യങ്ങൾ മകൾ അറിയുന്നത് ശരിയല്ലല്ലോ. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആന്റി പറയൂ. കഴിഞ്ഞതെല്ലാം മറക്കുക. ഇന്നു മുതൽ ഞാൻ വീണ്ടും സണ്ണിച്ചായന്റെ ഭാര്യയും വിഷ്ണു ഉഷയുടെ മുറച്ചെറുക്കനും മാത്രമായിരിക്കണം. എന്താ, ബുദ്ധിമുട്ടുണ്ടോ?
പൊയ്ക്കുള്ളൂ. എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാനാവില്ല വിഷ്ണു. പക്ഷേ മനസ്സിന്റെ കടിഞ്ഞാൺ നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ. പൊയ്ക്കുള്ളൂ. നീ എന്നെ ക്ഷീണിച്ചു പോയല്ലോ. പരീക്ഷയൊക്കെ നല്ലപോലെ എഴുതിയ മോളെ? ആ, എഴുതിയിട്ടുണ്ട്. റിസൾട്ട് വരുമ്പോഴറിയാം. മതിച്ചെടുത്തി. ഇതെന്തു പറ്റി? എന്താ കുഞ്ഞെ? ആളങ്ങ് കനത്തു പോയല്ലോ. വലിച്ചുകയറി തിന്നുന്നുണ്ടാവല്ലേ? ഏയ്, ഇത് നീലാണ്ടന്റെ എള്ളും പിണ്ണാക്കാ കുഞ്ഞെ. ഞാൻ വല്ലപ്പോഴും കൂടി ഒരു കുപ്പി കള്ളു കുടിക്കും, അത്ര തന്നെ. അത് ആരെ കൊണ്ടെങ്കിലും വീട്ടിൽ മേടിപ്പിച്ച് വെച്ച് കഴിക്കരുതോ? എന്തിന്? എടോ, ഞാനൊരു മൃഗഡോക്ടറാ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആളാ. മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. പക്ഷേ ഒരു കാര്യത്തിലേ എനിക്ക് ദുഃഖമുള്ളൂ. എന്താ? ആ മത്തായിച്ചനെ ഒന്ന് സമാധാനിപ്പിച്ചെടുക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഡോക്ടറെ, അതിന് ചെറിയൊരു പണിയുണ്ട്. മുട്ടയുടെ ഒരു പ്രയോഗം. മുട്ടയുടെ പ്രയോഗമോ? അതെ, പക്ഷെ അത് ഇച്ചിരി കാശ് ചെലവുള്ള പണിയാ. അതെത്ര വേണമെങ്കിലും ഞാൻ ചെലവാക്കാം. സംഗതി എന്താണെന്ന് പറ. ഞാന് ഒരു മുട്ട മന്ത്രിപ്പിച്ചു തരാം. എന്നിട്ട് 7:30 വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് ഒരു ഈറൻ തോർത്ത് കൊടുത്ത് മത്തായുടെ വീട്ടു പഠിക്ക ചെല്ലണം. എന്നിട്ട് പഠിക്കേന്ന് ഒരു 3 ചുവട് അളന്ന് ഒരു കുഴി ഒഴിക്കണം. എന്നിട്ട് മുട്ട ആ കുഴിയിൽ വെച്ച് മണ്ണിട്ട് മൂടണം. അത്ര തന്നെ. വീട്ടിൽ തിരിച്ചു വരുന്നത് വരെ വാ പൊളിക്കരുത്. പൊളിച്ചാൽ തല പൊട്ടിത്തെറിച്ചു. എടാ പരമ കഴിവേരുടെ മോനെ, നീ എനിക്കിട്ട് വെച്ച പാര അയാൾക്കും വെക്കില്ലേ? ശരിയാക്കിയില്ലെങ്കിൽ ഇന്നടോ എനിക്ക്. നീ എവിടെ? എലിക്കുളം അവനും കൂടി ഒന്നങ്ങോട്ട് ശരിയാക്കിയാലുണ്ട്. ഇന്ന് നിന്നെ ഞാൻ കൊല്ലടാ ഡോക്ടറെ. തല പൊട്ടിത്തെറിക്കുന്ന ആ തല വെട്ടിക്കളയടാ. മര്യാദക്ക് നീ അവിടെ നിന്നോ. നിന്നെ ഞാൻ ഇതെന്താ പബ്ലിക് ഗാർഡൻ ആണെന്ന് കരുതിയോ? ആരോട് ചോദിച്ചിട്ടാ പൂ പറിച്ചത്? അല്ല, അത് പറയൂ. ശങ്കരപ്പിള്ളയുടെ. ഏത് ശങ്കരപ്പിള്ള? ഗുമസ്തൻ ശങ്കരപ്പിള്ള. തനിക്ക് ഇവിടെ എന്ത് കാര്യം? അല്ല, ചോദിച്ച കേട്ടില്ലേ മോളെ? ഇതാ ഞാൻ പറഞ്ഞ വിഷ്ണു. ഓ, ഐ സി. ഇവനൊരു അൺസിവിലൈസ്ഡ് കൺട്രി ആണെന്ന് തോന്നുന്നല്ലോ മമ്മി. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? ആർട്ടിസ്റ്റിക് ടേസ്റ്റ് ഉള്ള ആരെങ്കിലും ചെടി വിരിഞ്ഞിരിക്കുന്ന പൂ പറിക്കുവോ? വേണോന്ന് വിചാരിച്ച് പറിച്ചതല്ല, കണ്ടപ്പോ ഒരു കൗതുകം തോന്നി, അതുകൊണ്ട് പറിച്ചു പോയതാ. അങ്ങനെ കാണുന്നതിനോടെല്ലാം കൗതുകം തോന്നുന്നത് നല്ല പ്രകൃതമല്ല. തെറ്റിപ്പോയേ. ഇനി കണ്ടാലും കണ്ണ് പിൻവലിച്ചു കളയാം. യു ട്രൈ ടു ലേൺ മാനേഴ്സ് ഫസ്റ്റ്. ഐ ഹേറ്റ് സച്ച് ടൈപ്പ് ഓഫ് ഇഡിയറ്റ്സ്. ആന്റി, ഇതെന്ത് പ്രകൃതമാ? അവൾ ഒരു ബോൾഡ് ടൈപ്പാ. മനസ്സിൽ തോന്നുന്നത് എന്തും വെട്ടി തുറന്ന് പറയും. എന്നാലും ഇതല്പം കൂടുതലാ. വിഷ്ണു അതൊന്നും കാര്യമാക്കണ്ട. വന്നട്ടെ, നമുക്ക് ക്ലാസ് തുടങ്ങാം.
പിന്നെ നീലാണ്ടൻ എങ്ങനെ എത്ര നാള് കെട്ടിയിട്ട് തീറ്റ കൊടുക്കും? പിന്നെ എന്ത് ചെയ്യാനാ? ചെയ്യാനൊന്നേ ഉള്ളൂ, അറപ്പുകാർക്ക് പിടിച്ചു കൊടുക്കുക. അതിനേക്കാൾ നല്ലത് എന്നെ അറപ്പുകാർക്ക് പിടിച്ചു കൊടുക്കുന്നതാ. നമ്മളോ ആഹാരത്തിന് പൊട്ടുന്നു, മറ്റൊരു വരുമാനവും ഇല്ല. ഈ നിലയിൽ ഇവനിങ്ങനെ കെട്ടിയിട്ടില്ല. എടേ, ഈ കുടുംബത്തിൽ ഈ അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതലേ വിത്തുകാളെ ആരും മറക്കാൻ കൊടുത്തിട്ടില്ല. ചാകുന്നത് വരെ അതിന് നോക്കണം, പട്ടിണി കിടന്നാലും നോക്കണം. ആ, നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യേ. എക്സ്ക്യൂസ് മീ മാഡം, ഇവിടെ കന്നുകാലികളെയാണ് ഹേ എന്ന് വിളിക്കുന്നത്. എനിക്ക് പേരുണ്ട്. കൃഷ്ണൻ, കൃഷ്ണനല്ല, വിഷ്ണു. എല്ലാം ഒന്ന് തന്നെയല്ലേ? നോ, വിഷ്ണു ഇസ് ദ സുപ്രീം ഗോഡ്. കൃഷ്ണ ഇസ് എസ് അവതാര. Seems to be educated. യാ, ഐ എം എ ഗ്രാജുവേറ്റ് ഇൻ സയൻസ്, ഫസ്റ്റ് ക്ലാസ്. I see. അതെ, ഇന്നലെ എന്താ വീണപടനം നിർത്തി പൊയ്ക്കളഞ്ഞത്? സ്വരമാധുര്യത്തിനിടയിൽ പ്രതീക്ഷിക്കാതെ ഒരു കാളരാഗം കടന്നു വന്നു. അതുകൊണ്ട് ഒരു അപസ്വരത്തിന് വഴിയൊരുക്കണ്ടെന്ന് കരുതി വീണ പഠനം നിർത്തി സ്ഥലം വിട്ടു. അപ്പോൾ വെസ്റ്റേൺ മ്യൂസിക് കാളരാഗമെന്നാണോ പറയുന്നത്? ഏത് മ്യൂസിക് ആയാലും കൈകാര്യം ചെയ്യുന്നവർക്ക് സ്വർഗവും നരകവും സൃഷ്ടിക്കാം. You talk so nicely. The credit goes to my teachers, including your mummy. അമ്മയുടെ കർണാടക സംഗീതം എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വെസ്റ്റേൺ മ്യൂസിക്കാ പഠിച്ചത്. ഇന്നലെ കാച്ചിയ രീതിയിൽ കാച്ചാനായിരുന്നെങ്കിലേ അത് പഠിക്കണ്ടായിരുന്നേ. സോറി, ഞാൻ നിങ്ങളൊന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ വായിച്ചെന്നേ ഉള്ളൂ. സംഗീതത്തിന് ഇങ്ങനെയേ ഒരു മുഖമുണ്ടെന്ന് ഇന്നലെ മനസ്സിലായി. അത്ര താഴ്ത്തി കെട്ടണ്ട. ഐ എം എൻ എക്സ്പെർട്ട് ഗിറ്റാർ പ്ലെയർ. കഴിഞ്ഞ വർഷം യൂത്ത് ഫെസ്റ്റിവലിന് എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. വാദ്യത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ വർഷം വീണയ്ക്ക് അതേ സ്ഥാനം നേടിയവനാ ഞാൻ. റിയലി? യെസ്. അപ്പോ തുല്യ ശക്തികളാണെന്ന് പറയൂ. നോ, ഐ എം എ ഹംബിൾ സിമ്പിൾ പുവർ മാൻ. മോളെ, വിഷ്ണു എന്ത് പറയായിരുന്നു? മമ്മി, ഹീസ് എ വണ്ടർഫുൾ ഗായ്. ഞാൻ പറഞ്ഞില്ലേ വിഷ്ണു നല്ലവനാണെന്ന്. ആ വിഷ്ണു, വ്യാഴാഴ്ച ഷേലയുടെ ബർത്ത്ഡേയാ. ഐ സീ. മെനി ഹാപ്പി റിട്ടേൺസ് ഇൻ അഡ്വാൻസ്. താങ്ക്സ്. ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോവുക, അതുകൊണ്ട്. വീണ പഠനം ഇല്ലെന്നല്ലേ? കുഴപ്പമില്ല. ഇന്നലെ ഡിസ്റ്റർബൻസ്, ഇന്ന് ഷോപ്പിംഗ്, നാളെ പഠിക്കുമ്പോ ഞാൻ കൂടെ ഇരിക്കാം. എന്റെ പൊന്നു കുഞ്ഞേ, ഓഫ് സൈഡ് കയറണ്ട. ഞങ്ങളെ കർണാടക വഴി കൂടെ ആരെയും ശല്യപ്പെടുത്താതെ അങ്ങ് പൊക്കോളാം. അങ്ങനെ അങ്ങ് പോയാൽ മതിയോ? മമ്മി, എന്റെ ബർത്ത്ഡേ കോംപ്ലിമെന്റ് ആയി ഐ വിൽ ഗിവ് ഹിം എ സർപ്രൈസ്. എന്താ? റെഡിമാ? അതിന് വേറെ പോത്ത് കൊടുങ്ങ. ഇനി വേറൊരു പോസ്റ്റ് കൊടുങ്ങ. ആര് പറഞ്ഞാ ഇവിടെ ഫോട്ടോ എടുക്കാൻ? മിസ്റ്റർ സണ്ണി, സായിപ്പ് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്റെ മോക്ക് നിന്ന് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ. നിങ്ങൾ ഞാൻ പറഞ്ഞതല്ലേ? പണം തന്നു, പക്ഷെ സായിപ്പ് പണം തരുന്നതും വേണ്ടെന്ന് പറയാൻ പറ്റുമോ? യു ബ്ലഡി ബിച്ച്. മിസ്റ്റർ സണ്ണി, ഇന്ന് വരെ എന്റെ കഴുത്തിന് മാത്രം ആരും കയറി പിടിച്ചിട്ടില്ല. I will teach you a lesson. ഇതെല്ലാം വയറ്റപ്പഴുപ്പ് പണ്ടേ സാർ. മേലാലി പഠിക്കാത്ത കടന്നു വരും. ഓടാ ഓടാ. ഷെർലി, നീ എവിടെ പോയിരുന്നു? വെറുതെ ഒന്ന് പുറത്തു പോയി. For what? ഇവനെ കൊണ്ട് ഊരി ചുറ്റാൻ പോകാൻ നിനക്ക് നാണമില്ലേ? അതിലിത്ര നാണിക്കാൻ എന്തിരിക്കുന്നു? നീ അഡ്വക്കേറ്റ് സണ്ണിത്തിരിയുടെ മോളാണ്. ഡോണ്ട് ഫോർഗെറ്റ് യുവർ സ്റ്റാറ്റസ്. ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ് സ്റ്റാറ്റസ്. മനുഷ്യർ വല്ല അപവാദവും പറഞ്ഞ എനിക്കൊരു ചുക്കുമില്ല മമ്മി. നീ എന്തിനാണ് അവളോട് കാർ കയറി പോയത്? എന്നെ നിർബന്ധിച്ച് കാറ് പിടിച്ചു കയറ്റിക്കൊണ്ട് പോയതാ. കിഡ്നാപ്പോ? അവൻ നിന്റെ ആരാടാ? ഐ ആം ഹിസ് സ്വീറ്റ് മമ്മി. എന്റെ പൊന്നു മമ്മി, വെറുതെ ചൂടാവാതെ. ഞാൻ ഈ പാവത്തിന് ഒരു പ്രസന്റേഷൻ വാങ്ങിക്കൊടുക്കാൻ പോയതാ. മൈ ബർത്ത്ഡേ കോംപ്ലിമെന്റ്. ഐ ഡിഡ് ഇറ്റ് only out of human sympathy. അതൊരു തെറ്റാണോ മമ്മി? ശരി ശരി, ഇനി എവിടെ പോയാലും എന്നോട് പറഞ്ഞിട്ടേ പോകാവൂ. മറ്റുള്ളവരെ കൊണ്ട് അതുമതും പറയിക്കരുത് മോളെ. അത് പിന്നെ എനിക്കറിയില്ലേ. ഇതാ, ഗുരുനാഥയുടെ കൈകൊണ്ട് തന്നെ ശിഷ്യന് ഇത് കൊടുത്താട്ടെ. വിഷ്ണു, ഇവിടെ വരൂ.
ഡോക്ടറെ ഇങ്ങോട്ട് ഇറങ്ങി വാടോ, ഇറങ്ങി വരാൻ. എടോ, തലമുറയായി വിത്തുകാളെ കൊണ്ട് ജീവിക്കുന്നവരാ ഞങ്ങള്. താൻ വന്ന് ഞങ്ങളുടെ പിഴപ്പ് മുട്ടിച്ചു. ആ മിണ്ടാപ്രാണിയെ പട്ടിണിക്കിട്ട് ഞാൻ ജീവിക്കില്ലടോ. അതുകൊണ്ട് താൻ എന്നെയും കൊല്ല്, നീലാണ്ടനെയും കൊല്ലടോ, കൊല്ലാൻ. മത്തായിച്ച, തന്റെ വിഷമം എന്താണെന്ന് എനിക്കറിയാം. അതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് ഞാൻ അന്ന് വീട്ടിൽ വന്നത്. പക്ഷേ താൻ അന്ന് വെട്ടുകത്തിയായിട്ട് എന്നെ ഓടിക്കാൻ ചെയ്തത്. ഞാൻ പിന്നെ എന്തോ ചെയ്യും? ഞങ്ങളുടെ ഈ പദ്ധതി നടപ്പിൽ വരുമ്പോൾ നാട്ടിൽ വിത്തുകാളയും കൊണ്ട് ജീവിക്കുന്നവർക്ക് സ്വാഭാവികമായും തൊഴിലില്ലാതാവും. അതിന് ഗവൺമെന്റിൽ നിന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്താ ആ പദ്ധതി? നിങ്ങളെ കാളയെയും മൃഗാശുപത്രിയിലേക്ക് എടുക്കുന്നു. നേരെയാണോ ഈ പറയുന്നത്? അതെ, ഇന്നു മുതൽ നിങ്ങളെ മൃഗാശുപത്രിയിലെ ജീവനക്കാരനാണ്. നീലാണ്ടനെയും സർക്കാരിലേക്ക് ഞാൻ വിലക്കെടുത്തിരിക്കുന്നു. അതെന്തിന്? ഈ നാട്ടിലുള്ള എല്ലാ പശുക്കൾക്കും നീലാണ്ടന്റെ മണം പരിചയമാണ്, ഇഷ്ടവുമാണ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടക്കുമ്പോൾ ഇൻസ്പിറേഷന് വേണ്ടി നീലാണ്ടൻ പശുക്കളുടെ അടുത്ത് നിൽക്കട്ടെ. അവന് ഞാൻ നല്ലൊരു വിലയും വാങ്ങിത്തരാം. ഈ വലിയ മനസ്സ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ വെറും കാളമത്തായിയാണ് ഏമാനെ. എന്നെത്താൻ ഏമാനെ എന്നൊന്നും വിളിക്കണ്ട. ഞാൻ ഇന്നു മുതൽ നിങ്ങളുടെ സ്നേഹിതൻ ഡോക്ടർ എൽ.എൻ. എലിക്കുളം. ആരാ? എല്ലൻ എലിക്കുളം. ആ, കൊടടോ മാപ്പിളെ കൈ. ഇങ്ങനെ ഷർലി, ഞാൻ ഇതുവരെ കർണാടക സംഗീതമാണല്ലോ കൈകാര്യം ചെയ്തത്. ഉം. ആന്റിയോട് പറയാതെ ഇനിയിപ്പോ വെസ്റ്റേൺ മ്യൂസിക്കും പഠിച്ചാൽ രണ്ടും അവതാളത്തിലാവോ? ഏയ്, അങ്ങനെ ഒന്നും ആവൂല. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, സരിഗമ പതിനിസ മറക്കുക. അയ്യോ, അതങ്ങനെ മറക്കാൻ പറ്റുമോ? ആദ്യത്തെ പാഠമല്ലേ അത്? ഏത് പാഠമായാലും വെസ്റ്റേൺ മ്യൂസിക് മനസ്സിൽ സ്ഥാനം പിടിച്ചാൽ മറ്റെല്ലാം താനെ മറന്നു പോവും. ഗോ അഹെഡ്. ശരി, എങ്കിൽ തുടങ്ങാം. അങ്ങനെയല്ല, ഇങ്ങനെയാ ഗിറ്റാർ പിടിക്കേണ്ടത്. അല്ല, ഇതിന്റെ സ്വരസ്ഥാനങ്ങൾ രണ്ടിനും ഒരേ സ്വരങ്ങൾ തന്നെ. ആ, എങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. വായിച്ചാട്ടെ. അങ്ങനെയല്ല, കൊച്ചുമറിയേ, ഇവിടെ എവിടെ പോയി കിടക്കണാവൂ? കർത്താവേ, ഇത് ഞാൻ പട്ടാളത്തിൽ ചേർന്നോ? പട്ടാളത്തിലും പോലീസിലും ഒന്നല്ലടി. ഈ ഡോക്ടർ എന്നെ മേൽപോട്ടേക്ക് എടുത്തു. മേപ്പോട്ടെടുത്തോ? ആ, എന്നെയും നീലാണ്ടനെയും മൃഗാശുപത്രിയിൽ നിയമിച്ചു. നേരോ? ഇനി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒരു പശുവിനെ വാങ്ങാനുള്ള ലോൺ കൂടി ഞാൻ വാങ്ങിത്തരാം. ഒടുവിൽ ദൈവം കണ്ണു തുറന്നു. കണ്ണു തുറന്ന് ദൈവം നല്ലടി. ഈ നിൽക്കുന്ന ഡോക്ടർ എലിക്കുള. ഒരാള് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നോക്കി നിക്ക. നീ പോയി ഒരു ചായ എടുത്തിട്ട് വാ. ദേ, ആ ചോന്ന പാട്ടയിൽ ബിസ്ക്കറ്റ് ഉണ്ട്. അയ്യോ മത്തായിച്ച, ചതിക്കല്ലേ. എന്തിനാ ഡോക്ടർ ഓർണേ? ചതിക്കരുത് മത്തായിച്ച. ആ പഴയ ചായന്റെ പേടി ഇപ്പോഴും മാറിയിട്ടില്ല. ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് ഇവിടെ ഇരിക്കി. അല്ല, ആ ചോന്ന ടീനിലുള്ള പഴയ ബിസ്ക്കറ്റ് ഇപ്പോഴും തീർന്നിട്ടില്ലല്ലേ? ആരെയും വകവയ്ക്കാത്ത ഒരഹങ്കാരിയായിരുന്നു രാജകുമാരി. പക്ഷേ പാവപ്പെട്ട കലാകാരന്റെ കഴിവിന് മുന്നിൽ അവൾ തലകുനിച്ചു. എന്നിട്ട് എല്ലാം മറന്ന് അവൾ അവനെ സ്നേഹിച്ചു. എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അയാളോടൊത്ത് ജീവിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. മിടുക്കി. പക്ഷേ അയാളുടെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ നിശ്ചയിച്ച രാത്രി ആരും അറിയാതെ അയാൾ കൊട്ടാരത്തിൽ നിന്നും ഒളിച്ചോടിപ്പോയി. ഭീരു. ആട്ടെ, ആ കലാകാരന്റെ സ്ഥാനത്ത് വിഷ്ണു ആയിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? മരിക്കേണ്ടി വന്നാലും ആ രാജകുമാരിയുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ വിധിയെ നേരിടുമായിരുന്നു. അത്രയ്ക്ക് ധൈര്യമുണ്ടോ? തീർച്ചയായും. എങ്കിൽ ആ രാജകുമാരി ഞാനും കലാകാരൻ വിഷ്ണുവുമാണ്. വാട്ട്? എന്താ നടുങ്ങുന്നത്? അത് അത് വിഷ്ണു, I love you. I love you with all my heart.
മനസ്സിൽ പുതുപുലമണിഞ്ഞു നവമുഖമുണർന്നു ഒരു ചെറിയ വീച്ചിലൊഴുകുമ്പോൾ രാഗം നീ പകരുമ്പോ നീയായെങ്ങാരോമൽ വാസന്തം നീയായെങ്ങാത്മാവും സംഗീതം മതമഴ പെയ്യുന്നു മൗനം മണിരവമാകുന്നു ഇരകളിൽ 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 മധുരിമയിലലിഞ്ഞു ഒരു കനറിലുയർന്നു ഇരുഹൃദയം ഒന്നായി മാറുമ്പോ വന്നം തോകുമ്പോ ഒന്നൊന്നായി ചേർന്നു സായുജ്യം ഉണരുന്നു മധുമഴ പെയ്യുന്നു മൗനം മണിരവമാകുന്നു ഹൃദയവേ സാറിനൊരു നോട്ടീസ് ഉണ്ട് വീട് ഒഴിഞ്ഞു കൊടുക്കാൻ. വീട് ഒഴിഞ്ഞു കൊടുക്കാനോ? അതെ സാർ, അഡ്വക്കേറ്റ് പ്രേംകുമാർ വഴി രജനി അയച്ചിരിക്കുന്ന നോട്ടീസാണത്. വാട്ട്? വീട് അവളുടെ പേരിലല്ലേ സാർ, അതുകൊണ്ട് അവൾക്ക് നോട്ടീസ് അയക്കാൻ അവകാശമുണ്ടല്ലോ. അവൾ അത്രയ്ക്കായോ? സാർ, ബഹളം ഉണ്ടാക്കരുത് സാർ, ഞാൻ ഒന്ന് പറയുന്നത് കേൾക്ക് സാർ. പ്ലീസ് സാർ, സാർ പ്ലീസ്. സാർ, ഞാൻ പറയുന്നത് കേൾക്ക് സാർ. സാർ നിൽക്കണം സാർ, സാർ പ്ലീസ്. സാർ 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 നിൽക്കണം സാർ, സാർ പ്ലീസ്. രജനി, എടി രജനി. വാട്ട് യു വാണ്ട് മിസ്റ്റർ സണ്ണിച്ചെറിയൻ? ഐ വാണ്ട് ടു സീ രജനി. നോ, എന്റെ ക്ലയന്റ് ഇപ്പൊ കാണാൻ തരപ്പെടില്ല. രജനി ചുമതലപ്പെടുത്തിയോണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എവിക്ഷൻ നോട്ടീസ് അയച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കോർട്ടിൽ പറയാം. യു ബ്ലഡി ഫൂൾ! എന്താണ് കാണിക്കുന്നത്? പ്രേംകുമാർ അവളുടെ അഡ്വക്കേറ്റ് ആണ്. Why do you call with him? Let us go. Come on, please. I won't leave her. നടന്നു സാർ, നടക്ക്. പോയോ? പിന്നെ പോവാതെ എങ്ങനെയെങ്കിലും അവനെ ഇവിടുന്ന് ഇറക്കി വിടണം. ഞാൻ ഏറ്റു. മിനിയുടെ കല്യാണം എത്ര മണിക്കാ മോളെ? കല്യാണം 10 മണിക്കാ, പക്ഷേ സദ്യയെല്ലാം കഴിയുമ്പോ 2 മണിയാവും. ശരി, പോയിട്ട് വരും.
കാര്യം പറയാനുണ്ട്. എന്താ ആന്റി? പറയാം, വരൂ. ആന്റി എന്നെ നിർബന്ധിക്കരുത്, ഞാൻ വരില്ല. നിനക്ക് എന്ത് പറ്റി വിഷ്ണു? ഷർലി വരുന്നതിന് മുമ്പ് ആന്റി തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ഇനിയും നമ്മൾ തമ്മിൽ തെറ്റായ ഒരു ബന്ധം ഉണ്ടാവരുതെന്ന്. അതുകൊണ്ട് ഇനി ആ തെറ്റ് ആവർത്തിക്കരുതെന്ന് എന്റെ മനസാക്ഷി എന്നോട് പറയുന്നു. വിഷ്ണു, ഷർലി വീട്ടിലില്ല. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിവിടെ വെച്ച് തന്നെ പറയാമല്ലോ. നോ, എന്റെ കൂടെ വരൂ. വരാനെന്ന്. എന്താ കുഞ്ഞ്? എന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കാസിനോട് അടുത്ത് കിടക്കാണ്. താൻ പോയി എന്താണെന്ന് നോക്കി അത് എടുത്തോണ്ട് വരൂ. ശരി കുഞ്ഞ്. ഷെർലി കാലത്തെ കല്യാണത്തിന് പോയതുകൊണ്ടാ നമുക്ക് ഇന്നൊന്ന് കൂടാൻ പറ്റിയത് വിഷ്ണു. അവൾ ഒരു പാവം പെണ്ണാന്റി. നമ്മുടെ ഈ ബന്ധത്തെക്കുറിച്ച് അവൾ അറിഞ്ഞാൽ വളരെ മോശമാ. അവൾ ഇതൊന്നും അറിയാൻ പോകുന്നില്ല. നീ അതോർത്ത് പേടിക്കണ്ട. ഇത് അവസാനത്താണ് ആന്റി. ഇനി വിളിച്ചാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല. ഞാൻ പോകുന്നു. അവളെ വൈകുന്നേരമേ വരൂ. എന്നാലും പൊയ്ക്കോ. മോള് മടങ്ങി പോകുന്നതുവരെ വീണ്ടും ഞാൻ ഈ നാടകം തുടരണമെന്നല്ലേ? വല്ലാത്ത ഗതികേട് തന്നെ ആന്റി. നീ എന്താ അങ്ങനെ പറഞ്ഞത്? എത്ര തവണ ഞങ്ങൾ ബന്ധപ്പെട്ടു. ഇനി മരണം വരെ എനിക്ക് നിന്നെ പിരിയാനാവില്ല വിഷ്ണു. നീ എന്നെ വിട്ടു പോകുവോ? ഇല്ല ആന്റി. എനിക്ക് പറ്റുള്ളൂ. ഒന്ന് ചിരിച്ചുകൊണ്ട് പോകൂ വിഷ്ണു. മിസ്റ്റർ സണ്ണിച്ചെറിയാൻ, കോടതി വിധി നടപ്പാക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ്. ആസ് എ ലോയർ യു ഓൾസോ നോ ഇറ്റ്. ഇൻസ്പെക്ടർ, ഈ വീട് എന്റെയാണ്, ഞാൻ പണിയിച്ചതാണ്. ആയിരിക്കാം, പക്ഷെ ഇപ്പോഴും എന്റെ ഉടമസ്ഥ രജനിയാണ്. ഷി ഹാസ് ബിട്രേഡ് മീ. ദാറ്റ്സ് എ ഡിഫറന്റ് കേസ്. സാർ, ദയവായി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. തൽക്കാലം നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം. നമുക്ക് അവിടെ ചെന്നിരുന്ന് വേണ്ട മേൽ നടപടികളെ കുറിച്ച് ആലോചിക്കാം. പ്ലീസ് കം, പ്ലീസ്. പറയണം സാർ. മാഡം, ദ പാർട്ടി ഹാസ് വെക്കേറ്റഡ് ദ ഹൗസ്. താങ്ക് യു സർ. മോളെ, മമ്മയുടെ കണക്കൂട്ടിൽ എങ്ങനെ ഇരിക്കുന്നു? ആര് പറഞ്ഞോ എന്റെ മുറി കയറി ഇതെടുക്കാൻ? ഞാനിത് കണ്ടപ്പോ കാണുന്ന എല്ലാം നിനക്ക് കൈയടക്കണോ അല്ലേ? ബ്ലഡി ബാസ്റ്റേർഡ്. എന്താണെന്നോ ഈ തന്റെ എന്നെ പിടിച്ചിരിക്കുന്നു? വിഷ്ണു അതൊരിക്കലും ചെയ്യില്ല മോളെ. വിഷ്ണു പോകൂ. ഇനി എന്റെ വീട്ടിൽ കയറിയ ആർക്കെന്നെ കൊല്ലാൻ കഴിക്കും. അവനെ ഇറക്കി വിടാൻ പിടിച്ചില്ലേ? അതിനവൻ എന്ത് തെറ്റ് ചെയ്തു? ഏത് തെറ്റ് ശരിയായിട്ട് അമ്മയ്ക്ക് എന്ന് തോന്നും. ചിലർക്ക് അവരുടെ തെറ്റിനെ ന്യായീകരണം കാണും. മനസാക്ഷി കുത്തുള്ളവരെ അത് പറയൂ. മനസ്സ് മരവിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് മനസാക്ഷി? എല്ലാവരും അത്രക്കാരാവണമെന്നില്ല. നീ എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. അമ്മയും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? ഏതായാലും ഇത് വേണ്ടായിരുന്നടി. അമ്മയോട് ഞാൻ അത് തന്നെ പറയുന്നു. ഇത് വേണ്ടായിരുന്നു. എന്തെങ്കിലും കാര്യമില്ലാതെ ഷേർലി കുഞ്ഞ് വിഷ്ണുവിനെ അങ്ങനെ അടിക്കൂ? അവളുടെ അഹങ്കാരം അല്ലാതെന്തുവാ? അതല്ല കുഞ്ഞ്, സംഗതി എന്താണെന്ന് അറിയണം. വർഷങ്ങളായിട്ട് ഒരു കുടുംബം പോലെ കഴിയുന്നവരല്ലേ നമ്മള്. വിഷ്ണു അവളുടെ ഗിറ്റാർ എടുത്ത് വായിച്ചു. അത് അവൾക്ക് പിടിച്ചില്ല. അത്രേ ഉള്ളു കാര്യം. അപ്പൊ തെറ്റ്
വിഷ്ണുവിന്റെ കയ്യിൽ നിന്നാണെന്ന് പറ. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതിന്റെ പേരിൽ അവനെ വഴക്കു പറയുകയോ ഇവിടുന്ന് പറഞ്ഞയക്കുകയോ ചെയ്യരുത്. ഒരു പ്രശ്നം ഉണ്ടായ നിലയ്ക്ക് എല്ലാവരും കൂടെ കൂടി അതൊന്ന് പറഞ്ഞൊതുക്കുന്നതല്ലേ നല്ലത്. അതൊക്കെ ഞാൻ ചെയ്തോളാം. ശങ്കരപ്പിള്ള ഈ സംഭവം അറിഞ്ഞില്ലെന്ന് വെച്ചാ മതി. അത് വിഷ്ണു എവിടെ? അകത്തുണ്ട്. വിഷ്ണു, വിഷ്ണു, ഈ ചെറിയ കാര്യത്തിന് നീ പിണങ്ങി അകത്തിരിക്കുകയാണോ? വരൂ, വരാൻ. വിഷ്ണു, എന്റെ മോൾ ചെയ്ത തെറ്റിനെ ഞാൻ മാപ്പി ചോദിക്കുന്നു. ആന്റി, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത്. നീ ഇവിടുന്ന് പോകാൻ പാടില്ല. ഞാനാ പറയുന്നേ. പക്ഷേ ഒരു പക്ഷേയില്ല. നിന്നെ ഞാൻ വിടില്ല. അമ്മാവാ, എന്താ മോളെ? എനിക്കിപ്പോ സംസാരിക്കാനുണ്ട്. എന്താ? വരൂ, പറയാം. വരൂ. സ്നേഹം നിറഞ്ഞ ജെയിംസ് അച്ഛന് ഇങ്ങനെ ഒരു കത്ത് എഴുതേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. അച്ഛൻ ഉടനെ ഇവിടെ എത്തണം. നമ്മുടെ വീട് കുത്തഴിഞ്ഞൊരു പുസ്തകം പോലെ ആയിരിക്കുകയാണ്. ഡാഡിയെയും മമ്മിയെയും മോളെയും തിരുത്തിയില്ലെങ്കിൽ കുടുംബം തകർന്നു പോകും. അത് സംഭവിക്കാതെ നോക്കേണ്ടത് അച്ഛന്റെ കടമയാണ്. എത്രയായി? 5 രൂപ. വരുന്ന വിവരം എഴുതി അറിയിച്ചിരുന്നെങ്കിൽ സ്റ്റേഷൻ വണ്ടി അയക്കാമായിരുന്നല്ലോ. യാത്ര പെട്ടെന്നാണ് നിശ്ചയിച്ചത്, അതുകൊണ്ടാണ് എഴുതാഞ്ഞത്. അമ്മേ, ഡാഡി 2 ആഴ്ചയായി പോയിട്ട് മദ്രാസിലായിരിക്കും. എനിക്കൊന്ന് കുളിക്കണം. ചൂടുവെള്ളം വേണം ഫാദർ? വേണ്ട, പച്ചവെള്ളം മതി. ശരീരമെങ്കിലും തണക്കട്ടെ. വാട്ട് ഹാപ്പൻ ടു ഷെർലി? നീ എന്താ ഒന്നും കഴിക്കാത്തത്? എനിക്ക് നല്ല വിശപ്പില്ല ഫാദർ. അമ്മയ്ക്കും വിശപ്പില്ലെന്ന് തോന്നുന്നു. ഏതായാലും എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചതല്ല. ഹലോ, ഹൂ ഈസ് സ്പീക്കിംഗ്? ഡാഡിയാണോ? ഞാൻ ഷെർലി. ഫാദർ വന്നിട്ടുണ്ട്. എപ്പോ? ഇന്ന് രാവിലെ. ഡാഡിയാണ്. ഹലോ, ഞാൻ ജെയിംസ് കുട്ടി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഒന്ന് കാണാൻ വന്നതാണ്. ഡാഡി ഒന്ന് വരുമോ? ഞാൻ രാത്രിത്തെ ഫ്ലൈറ്റിന് വരാം. ഓക്കെ ഡാഡി. അമ്മേ, ഡാഡി നൈറ്റ് ഫ്ലൈറ്റിന് വരുന്നുണ്ട്. വണ്ടി അയക്കണം. ശരി. അപ്പന്റെ ജൂനിയർ അഡ്വക്കേറ്റ് മിസ്റ്റർ രാമകൃഷ്ണൻ എനിക്ക് അയച്ചൊരു കത്താണ്. നിയന്ത്രിക്കാനോ തിരുത്താനോ ആരുമില്ലാതെ പോയി. അതുകൊണ്ട് വന്ന കുഴപ്പങ്ങളാ. ഏതായാലും
ശങ്കരപ്പിള്ളച്ചേട്ടൻ വിവരത്തിന് ഈ കത്തെഴുതിയതിന് നന്ദി. അതെന്റെ കടമയാണ് കുഞ്ഞെ. ഏതായാലും അപ്പനും വരുന്നുണ്ടല്ലോ. എല്ലാവരും കൂടി ഇരുന്ന് തെറ്റുകൾ തിരുത്തുക. വിഷ്ണു എവിടെ? അവൻ രാവിലെ ഇറങ്ങിപ്പോകും. രാത്രി ആയാലേ മടങ്ങി വരൂ. അവൻ വഴിതെറ്റിപ്പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല കുഞ്ഞെ. ശങ്കരപ്പിള്ളച്ചേട്ടൻ സമാധാനമായിരിക്കൂ. എല്ലാ പ്രശ്നങ്ങളും ദൈവം പരിഹരിച്ചു തരും. വൈദിക വൃത്തിക്കായി ഞാൻ ഇവിടെ ഒന്ന് പോകുമ്പോൾ ഈ വീടിനെ പറ്റി എനിക്കൊരു ഉത്കണ്ഠയുമില്ലായിരുന്നു. വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള 3 പേര് ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസമായിരുന്നു എന്റെ ആത്മബലം. പക്ഷേ എന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് പലതും ഇവിടെ സംഭവിച്ചിരിക്കുന്നു. അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. ഷെർലി, നിന്റെ മനസ്സിനണങ്ങുന്ന ഒരാളെ തിരഞ്ഞെടുക്കാൻ നിനക്ക് അവകാശമുണ്ട്. ജാതിയും മതവും ഒന്നും അതിൽ പ്രശ്നമേ അല്ല. പക്ഷെ തിരഞ്ഞെടുക്കുന്നത് നിന്റെ സുഖവും ദുഃഖവും പങ്കിട്ട് അനുഭവിക്കാനുള്ള ഒരു ഭർത്താവിനെ ആയിരിക്കണം. Tell me, Shirley, do you love Vishnu? No, father. I hate him. I hate him. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു ബന്ധം? ഞാനവനെ സ്നേഹിച്ചു ഫാദർ. അവൻ എന്നെ ചതിച്ചു. ഫാദറിനറിയാമോ, ജീവിച്ചിരിക്കുന്ന ഒരു ശവമാണ് ഞാൻ ഈ വീട്ടിൽ. അമ്മയുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു. ഉണ്ണാനും ഉടുക്കാനും കുറവില്ലെങ്കിലും ഒരു ഭാര്യയുടെ അവകാശങ്ങൾ അവഗണിക്കപ്പെട്ടതിന്റെ പേരിൽ മനസ്സ് നേറി കഴിയുകയാണ് അമ്മയെന്നും എനിക്കറിയാം. സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ഞാൻ സഹിച്ചു. ഒടുവിൽ അതിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. എന്നാലും അമ്മേ, ഒരു കാര്യം മറക്കരുത്. കുടുംബത്തിന്റെ കടാവിളക്കാണ് സ്ത്രീ. എണ്ണ ഒഴിക്കാതെ ഒരു വിളക്കും കത്തില്ല ഫാദർ. ശരിയാണ്, എണ്ണ ഒഴിക്കാതെ ഒരു വിളക്കും കത്തില്ല. ഈ വീട്ടിൽ നിന്ന് ഇരുട്ടാണ്. ഈ ഇരുട്ടിൽ നിന്നും നമുക്ക് മോചനം നേടണം അമ്മേ. വെളിച്ചത്തിലേക്ക്. വെളിച്ചത്തെക്കാൾ ഈ ഇരുട്ടാണ് ഇന്ന് എനിക്ക് ആശ്വാസം തരുന്നത്. അമ്മേ, എനിക്കിത് തിരുത്താൻ കഴിയില്ല ഫാദർ. അതിനായി എന്നെ ഉപദേശിക്കണ്ട. വിഷ്ണു, ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ടൊരു പരിധിവരെ ഇതിന് ഉത്തരവാദി ഞാനാണ്. മനുഷ്യൻ ബലഹീനനാണ്. തെറ്റുകൾ സംഭവിക്കാം. പക്ഷെ അത് തിരുത്തുകയും ആവർത്തിക്കാതിരിക്കുകയുമാണ് വേണ്ടത്. ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വിഷ്ണു എന്നെ സഹായിക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ ഫാദർ. പറയാൻ എനിക്ക് അർഹതയില്ല. എങ്കിലും ഞാൻ അപേക്ഷിക്കുകയാണ്. വിഷ്ണു തൽക്കാലം ഇവിടുന്ന് പോണം. പോവാം ഫാദർ. വിഷ്ണു, നിന്നെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്നോട് ക്ഷമിക്കൂ. എന്നോട് ക്ഷമിക്കൂ വിഷ്ണു. സാർ, വീടെത്തി.
Leave me. I am on my heels. ഫാദർ, ആ പോകുന്ന ഡാഡി എവിടെ നിന്നാ വരുന്നതെന്ന് അറിയാമോ? ഏതോ ഒരു അഭിസാരിയുടെ വീട്ടിൽ നിന്ന്. ആ മനുഷ്യനെ ആദ്യം തീർത്ത്. Yes, come in. മോനെ, ഡാഡിക്ക് തെറ്റ് പറ്റിപ്പോയി. എനിക്ക് മാപ്പ് തരൂ. എനിക്ക് മാപ്പ് തരൂ. ഡാഡി, എന്റെ കടമകൾ മറന്ന് ഒരു പേപ്പട്ടിയെ പോലെ ഞാൻ ഓടുകയായിരുന്നു. എല്ലാവരെയും ഞാൻ നൊമ്പരപ്പെടുത്തി. നേടിയതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി. ദൈവം പോലും എന്നോട് പൊറുക്കില്ല പോലെ, പൊറുക്കില്ല. ഡാഡി, ഡോണ്ട് ബി എമോഷണൽ. സമാധാനമായിരിക്കൂ, സമാധാനമായിരിക്കൂ. ഐ വാണ്ട് ടു കൺഫെസ്. ഡാഡി, പ്ലീസ്. ഒരപ്പൻ മകനോട് അപേക്ഷിക്കുകയല്ല, ഒരു പാപിയായ മനുഷ്യൻ വൈദികനോട് അപേക്ഷിക്കുകയാണ്. ഐ വാണ്ട് ടു കൺഫെസ്, പ്ലീസ്. കം. കൊലപാതകത്തിന് ഒരു പ്രായശ്ചിത്തമേ ഉള്ളൂ. നിയമത്തിന് കീഴടങ്ങുക. സറണ്ടർ ടു പോലീസ്.
പ്രിയ ആലീസിനും മോനും മോൾക്കും ഇനി ജീവിക്കാൻ അർഹതയില്ലാത്ത ഒരു മഹാപാപിയായതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു. ഒരു കുടുംബനാഥൻ എന്ന നിലയിലുള്ള എൻ്റെ കടമകൾ ഞാൻ അവഗണിച്ചു. എല്ലാവരെയും ഞാൻ നൊമ്പരപ്പെടുത്തി. മാപ്പ് പറയാൻ എനിക്ക് വാക്കുകളില്ല. എൻ്റെ ജീവിതം എല്ലാ കുടുംബനായകന്മാർക്കും ഒരു പാഠമായിരിക്കട്ടെ. അമ്മയെയും ഷെർലിയെയും ഞാൻ മോന്റെ കയ്യിൽ ഫലമേൽപ്പിക്കും. നല്ലവനായ നിന്റെ കൈകളിൽ അവരുടെ ജീവിതം സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തു വില കൊടുത്തും നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം നീ വീണ്ടെടുക്കുക. എന്റെ തെറ്റുകൾക്ക് ഒരിക്കൽ കൂടി മാപ്പ് ചോദിക്കുന്നു. ഡാഡി, കരയരുതമ്മേ. ഇതൊക്കെ ദൈവനിശ്ചയമാണ്. കഴിഞ്ഞതെല്ലാം മറക്കുക. എല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ ജീവിതം ആരംഭിക്കാം. ആന്റി, 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 ഞാൻ വിഷ്ണുവാണ്. ആന്റിയെ ഒന്ന് കാണാൻ വന്നാണ്. ആന്റിക്ക് എന്നെ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോവാണ്. ഞാൻ ആന്റിയെ ഒന്ന് കണ്ട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോവാൻ വേണ്ടി വന്നാണ്. എവിടെയായിരുന്നു വിഷ്ണു? ഞാൻ എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞു. മനസ്സിനെ എത്ര അടക്കിയിട്ടും അടങ്ങിയില്ല. അതുകൊണ്ട് വന്നു, കണ്ടു. ഇനി ഞാൻ പോവുകയാണ്. എങ്ങോട്ട് പോന്നു? എനിക്കറിയില്ല ആന്റി. ഞാനും നിന്റെ കൂടെ വരുന്നു. ആന്റി വേണ്ട. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. വരൂ. ആന്റി വേണ്ട. ആന്റിയുടെ വീട്, ആന്റിയുടെ മകൾ തെറ്റാണ്. തെറ്റാണ് ആന്റി. എല്ലാം ഉപേക്ഷിച്ച് ഞാൻ നിന്റെ കൂടെ വരികയാണ്. ഒരു ശക്തിക്ക് നമ്മളെ തിരിച്ചാനാവില്ല. വരൂ വിഷ്ണു. ആന്റി, അമ്മേ, അവിവേകം കാണിക്കരുത്. Go back to your home. No, ഞാൻ വിഷ്ണുവിടെ ഒന്നിച്ച് പോകുക. ആരെ കണ്ടാലും ഞാൻ പോകും. ഇന്നലെ വരെ ഈ വീട്ടിൽ നടന്ന തെറ്റുകൾ ഈ മതിൽക്കെട്ടിനകത്ത് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. നാളെ ആ തെറ്റി പടി കടന്ന് പുറത്തു പോകാൻ ഞാൻ സമ്മതിക്കില്ല. മടങ്ങിപ്പോകൂ. പോകാൻ. ഇനി ഒരു ശക്തിക്ക് എന്നെ തടയാനാവില്ല. വരൂ വിഷ്ണു. I say stop there. No, വരൂ വിഷ്ണു. Your mummy is me.
Lord, forgive me. മമ്മി മമ്മി ഫാദർ വന്നിട്ടുണ്ട്. മാപ്പ്